ഈ പ്രഭാഷണം കഴിയുമ്പോൾ കേവലം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതുകൊണ്ടായില്ല. പ്രഭാഷണത്തെക്കുറിച്ച് കേവലം ഒരു ആസ്വാദനപൂർണം അതിനെ വീക്ഷിച്ചതുകൊണ്ടും ആയില്ല. ഈ വിഷയം സമ്പൂർണമാകുമ്പോഴേക്ക് പ്രിയപ്പെട്ട ഉമ്മാടെ ചാരത്ത് ചെല്ലാനുള്ള ഒരു മനോഗതി ഉണ്ടായിരിക്കും. അൽഹംദുലില്ലാഹ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല സദസ്സുകളിലും പറയുമ്പോൾ പിന്നീട് ഇനി വിനീതനറിയാൻ കഴിഞ്ഞിട്ടുള്ള വിഷയം, പല പ്രശ്ന പ്രതിസന്ധികളിലുമുള്ള കുടുംബങ്ങളിൽ ഉമ്മയുടെ മഹത്വം മനസ്സിലാക്കാതെ മാറി നിന്നിട്ടുള്ള പ്രിയപ്പെട്ട മക്കൾ, ആ മക്കൾ കണ്ണീരോടെ ഉമ്മയുടെ കരങ്ങൾ പിടിക്കുകയും അവരോട് യാചിച്ചുകൊണ്ട് അവരുടെ പൊരുത്തം സമ്പാദിക്കുകയും ചെയ്ത സന്തോഷകരമായിട്ടുള്ള സുവിശേഷങ്ങളെ അറിയാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു വിഷയം കൂടിയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയിലായി ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഉമ്മയെ സംബന്ധിച്ച് പറയുമ്പോൾ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ ഗൗരവത്തിൽ നമുക്ക് ചർച്ച ചെയ്ത് തുടങ്ങാനുള്ളത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു പരാമർശമാണ്. മഹാന്മാര് പഠിപ്പിക്കുകയാണ് 3 വിഷയങ്ങൾ. ആ 3 വിഷയങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് സമാനമായിട്ടുള്ള 2 വിഷയങ്ങളിലേക്ക് ചേർത്തുകൊണ്ടാണ്. 3 ആയത്തുകളെ പരിചയപ്പെടാം. ആ 3 ആയത്തുകളിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 2 വിഷയങ്ങളെ അല്ലാഹു തആല ഘടിപ്പിച്ചുകൊണ്ടാണ് ആ 3 ആയത്തുകളും വളരെ പ്രധാനമായി പരിശുദ്ധമായ ഖുർആൻ ഉദ്ഘോഷിക്കുന്നത്. ആ 2 വിഷയങ്ങളിൽ ഒന്നുകൊണ്ട് മാത്രം ഉൾക്കൊള്ളുകയും അതിനെ വേണ്ടതുപോലെ അംഗീകരിക്കുകയും അതിനെ മനസ്സാ വാച കർമ്മണ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്തതുകൊണ്ട് മാത്രമായില്ല. 2 വിഷയങ്ങളും പരസ്പര പൂരകങ്ങളായിക്കൊണ്ട് അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. സലാസു ആയാത്തി, 3 ആയത്ത് മഖ്റൂനത്തിൻ ബിസലാസ്, 3 വിഷയങ്ങളോട് ചേർക്കപ്പെട്ടുകൊണ്ടാണ് അതിനെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ലാ തുഖ്ബലു വാഹിദത്തുൻ മിൻഹാ ബിഗൈരിൽ ഉഖറ, ഒന്നുകൊണ്ട് മാത്രം സ്വീകാര്യമല്ല. അതിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ വിഷയങ്ങളെയും വളരെ ശ്രദ്ധയോടെ നമ്മുടെ കർമ്മ മണ്ഡലത്തിലേക്ക്, പ്രവൃത്തി പദത്തിലേക്ക് പ്രതിഫലിപ്പിച്ച് പ്രകാശിപ്പിച്ചെങ്കിൽ മാത്രമേ അത് പരിപൂർണമായ പ്രതിഫലത്തിലെത്തുകയുള്ളൂ എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ സാന്ദർഭികമായി നാം ചിന്തിക്കേണ്ടത്. ഒന്നാമതായിട്ട് പറയുന്നു അൽ ഊല ഖൗലുഹു തആല, ഒന്നാമത്തത് അല്ലാഹുവിന്റെ ആയത്ത് ഏതാണ്? അഖീമുസ് സ്വലാത്ത വആത്തുസ് സക്കാ. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അഖീമുസ് സ്വലാത്ത വആത്തുസ് സക്കാ, നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുത്തു വിടുകയും വേണം. നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുത്തു വിടുകയും വേണം. അപ്പോൾ ഫമൻ സ്വല്ല സ്വലാത്ത വലം യുഅദ്ദി സകാത്ത ലാ തുഖ്ബലു സ്വലാത്തു മിൻഹു, ഒരാൾ നിസ്കാരം വേണ്ടതുപോലെ കൃത്യമായി നിത്യമായി നിസ്കരിക്കുകയും വലം യുഅദ്ദി സകാത്ത് വേണ്ടതുപോലെ അതിന് അർഹമാകുന്ന സമയത്ത് അർഹതപ്പെട്ടവർക്ക് വിഹിതം വെച്ചു കൊടുക്കാത്ത ഒരു നിസ്കാരക്കാരനെ സംബന്ധിച്ചിടത്തോളം ലാ തുഖ്ബലു സ്വലാത്തു മിൻഹു, അവനിൽ നിന്ന് ആ നിസ്കാരം ഖബൂലാക്കപ്പെടുന്നതല്ല. രണ്ടാമത്തെ പരാമർശത്തിലേക്ക് കടക്കാം. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, അല്ലാഹുവിനെ ഇതാഅത്ത് ചെയ്യണം, അല്ലാഹുവിനെ വഴിപ്പെടണം. വർ റസൂൽ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഇതാഅത്ത് ചെയ്യണം. ഫമൻ അതാഅ അല്ലാഹ തആല വലം യുതിഇർ റസൂല ലാ തുഖ്ബലു ഇതാഅത്തുഹു ലില്ലാഹ്, അള്ളാഹിനെ വഴിപ്പെട്ടു. ചില ആളുകൾ പറയുന്നത് കേൾക്കാം നമുക്ക്. അടിമയ്ക്ക് അള്ളാഹു പോരാ എന്നാണ് സത്യവിശ്വാസികൾക്ക് പറയാനുള്ളത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചത് കേവലം അള്ളാഹുവിനെ മാത്രം ഇതാഅത്ത് ചെയ്താൽ പോരാ, അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഇതാഅത്ത് ചെയ്തെങ്കിൽ മാത്രമേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പിൻപറ്റൽ പരിപൂർണമാവുകയുള്ളൂ. മൂന്നാമത്തെ പരാമർശം നമ്മുടെ വിഷയമാണ്. വളരെ ശ്രദ്ധിക്കുക. വസാലിസ അനിഷ്കുർലി വലിവാലിദൈ, അല്ലാഹുവിന്റെ ഖുർആനാണ്
പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അല്ലാഹു പറയുന്നു, ഓരോ അടിമകളോടും ഓരോ വിശ്വാസിനികളോടും പറയുന്നു, അനിഷ്കുർലി, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം, വലിവാലിദൈക്, നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ നന്ദി ചെയ്യണം എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫമൻ ശക്കറല്ലാഹ തആല വലം യശ്കുർ ലിവാലിദൈഹി ലാ യഖ്ബലുല്ലാഹു ശുക്ര. അല്ലാഹുവിന് വേണ്ടിയിട്ട് അവൻ എങ്ങനെ അവന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അവൻ ഏതൊക്കെ ആധ്യാത്മികമായ തലങ്ങളുമായി ബന്ധപ്പെട്ട ആത്മീയമായ ഹർഷത്തോടെ മുന്നോട്ട് പോയാൽ, അവൻ എത്ര വലിയ നിസ്കാരക്കാരനാണെങ്കിലും, അവൻ എത്ര വലിയ ഹജ്ജ് ചെയ്താൽ, അവൻ എത്ര തവണ ഉംറ ചെയ്താൽ, അവൻ എത്ര കോടിക്കണക്കിന് സലാത്തുകൾ പരിശുദ്ധമായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പച്ചക്കുബ്ബയുടെ തീരത്ത് വന്ന് പ്രവാചക പുങ്കവരുടെ തൃപ്പാദത്തിന് കീഴിൽ വന്ന് നിന്ന് കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയാലും പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ശുക്ർ ചെയ്യാത്തവനാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം കബൂലാക്കപ്പെടുകയില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. കേവലം ഒരു പ്രഭാഷണത്തിന്റെ വിഷയമായിട്ട് വിഷയീഭവിച്ചു പോകേണ്ടതല്ല. ഓരോ വ്യക്തി ജീവിതത്തിലേക്കും, ഓരോ ഹൃദയാന്തരാളത്തിലേക്കും, ഓരോ ആത്മാവിലേക്കും വലിയ ചോദ്യചിഹ്നമായി ഉയർത്തെഴുന്നേൽക്കപ്പെടേണ്ട വിഷയമാണ്. പ്രത്യേകിച്ച് ഈ സമകാലികമായ അന്തരീക്ഷത്തിൽ പ്രായമുള്ള ഉപ്പമാരെയും ഉമ്മമാരെയും മാറ്റി നിർത്തപ്പെടുന്ന, അല്ലെങ്കിൽ അവരുടെ ക്ഷേമൈശ്വര്യങ്ങൾ അന്വേഷിക്കാത്ത, അവരുടെ സുഖ വിവരങ്ങൾ അന്വേഷിക്കാത്ത, അവരുടെ സുഖ ദുഃഖങ്ങളിൽ ഒരു പങ്കുകാരാകാത്ത മക്കളെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വർത്തമാനകാല അന്തരീക്ഷത്തിൽ കാണുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി ആരെങ്കിലും, വളരെ ഗൗരവത്തിൽ ചിന്തിക്കുക, അള്ളാഹുവിന്റെ തൃപ്തി ആരെങ്കിലും കാംക്ഷിക്കുന്നെങ്കിൽ, റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ തൃപ്തിയെ ആരെങ്കിലും കൊതിക്കുന്നെങ്കിൽ, അവൻ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. ഹബീബേ ഖുദാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, മൻ അർലാ വാലിദൈഹി ഫഖദ് അർലാ ഖാലിഖ വമൻ അസ്ഖത വാലിദൈഹി ഫഖദ് അസ്ഖത ഖാലിഖ. മുഹമ്മദുർ റസൂലുള്ളാഹി. തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തിയാൽ, തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒരുവൻ തൃപ്തിപ്പെടുത്തിയാൽ അവൻ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തിയെന്നും, തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വെറുപ്പിക്കുകയും കോപിപ്പിക്കുകയും ചെയ്താൽ അവൻ പടച്ച തമ്പുരാനെ വെറുപ്പിക്കുകയും കോപിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞത് ഹബീബാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട പല സഹോദരങ്ങളും ചിന്തിക്കും, പല ഉപ്പമാരും ചിന്തിക്കും, ഉസ്താദേ, പ്രിയപ്പെട്ട സ്നേഹത്തണലായ ഉമ്മ എന്ന് നിങ്ങൾ എന്തുകൊണ്ടാ തിരഞ്ഞെടുത്തത്? ഞങ്ങളും മക്കൾക്ക് വേണ്ടിയിട്ട് പ്രയാസപ്പെടുന്നവരല്ലേ, ഞങ്ങളും പ്രവാസികളായി വളരെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് വിദേശത്തും സ്വദേശത്തും ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കുന്നവരാ. ഞങ്ങളും കണ്ണീർ കയങ്ങളിലാ കഴിയുന്നത്. പ്രിയപ്പെട്ട മക്കളുടെ ഭാവി ഭാസുരമാക്കാൻ പ്രയാസങ്ങൾ എന്തും ഏതും ഞങ്ങൾക്ക് പ്രതിസന്ധിയാക്കാതെ ഞങ്ങൾ എല്ലാ പ്രയാസങ്ങളെയും കടിച്ചിറക്കിക്കൊണ്ട് പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ട് പ്രയാസത്തിന്റെ കയങ്ങളിൽ മുങ്ങിത്താഴുമ്പോൾ എന്തുകൊണ്ടാ ഉമ്മ എന്നുള്ള ഒരു പരാമർശം വളരെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തിയെന്ന് പല പ്രിയപ്പെട്ട ഉപ്പമാരും ചിന്തിക്കുന്നെങ്കിൽ ഞാൻ അവരോട് ഓർമ്മപ്പെടുത്തുന്നു, ഉപ്പമാർക്ക് വളരെ പ്രത്യേകതയില്ല എന്നല്ല, ഉപ്പമാർക്ക് ഗുണം ചെയ്യണ്ട എന്നല്ല, ഉപ്പമാരോടുള്ള കടമയും കടപ്പാടും ചെറുത് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനേക്കാളും എത്രയോ ഉന്നതമാണ് പ്രിയപ്പെട്ട ഉമ്മയോടുള്ള കടമയും കടപ്പാടും. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിന് ഇങ്ങനെ ഒരു പേര് കൊടുത്തത്. അള്ളാഹു വേണ്ടതുപോലെ ചിന്തിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാന്റെ ഹബീബ് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബേ ഖുദാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ഒരാൾ വന്നിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് വന്നിട്ട് ഒരു അന്വേഷണം നടത്തുകയാ. ഹബീബായ നബി തങ്ങളുടെ മുത്തിന്റെ അടുത്ത് വന്നിട്ടൊരു ചോദ്യം ചോദിക്കുകയാ, നബിയെ,
ഞാൻ ഈ ലോകത്ത് ജീവിക്കുമ്പോ എന്റെ ജീവിതത്തിൽ ഒരുപാട് ആളുകളോട് കടമയും കടപ്പാടുമുണ്ട്. മൻ അഹഖുന്നാസി ബിഹുസ്ൻ, ഏറ്റവും നല്ല ബിഹുസ്നി സുഹ്ബ, ഏറ്റവും നല്ല സഹവാസം കൊണ്ട്, ഒരിടപെടൽ കൊണ്ട് നല്ല നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വർത്തിക്കേണ്ടത് ആരോടാണ്? യാ ഹബീബല്ലാഹ്, അള്ളാന്റെ ഹബീബിനോട് ചോദിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ അധ്യാപകനോടാ അന്വേഷണം നടത്തുന്നത്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആ പുണ്യ പ്രവാചകർ, ഉത്തുംഗനായ പ്രവാചകൻ, എല്ലാ വിഷയത്തിലും ഉന്നതനായ പരിസേട്ട പ്രവാചകന്റെ വരിഷ്ഠമായ നാവുകൾ പറയുന്ന മറുപടിക്കപ്പുറം ഒരു പൂർണ്ണ മറുപടി പറയാൻ ലോകത്തിൽ പുണ്യ പ്രവാചകന്റെ മുകളിൽ ആരുമില്ല. ആ പ്രവാചകൻ ആദ്യമായിട്ട് പറയുന്നു പൊന്നുമോനെ, പുഞ്ചിരി തൂകിക്കൊണ്ട് പറയുന്നു ഉമ്മക്കാ. എന്തുകൊണ്ടാ ഉമ്മയുടെ വിഷയം തിരഞ്ഞെടുത്തു അറിയാൻ വേണ്ടിട്ട് പറയാ. ഉമ്മക്ക, നിന്റെ ഉമ്മയോടാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി വന്നുപോയി. ഉമ്മക്ക, നിന്റെ ഉമ്മയോടാ. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുക, പിന്നെ ആരോടാണ് നബിയെ? ഒന്നാമത് ഉമ്മയോടാണെന്ന് നിങ്ങൾ പറഞ്ഞു, എനിക്ക് മനസ്സിലായി. രണ്ടാം തവണ ആരോടാ? ഞാൻ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ വർത്തിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി താമസം വിനാ വന്നു. ഉമ്മക്ക, രണ്ടാമതും നിന്റെ ഉമ്മയോടാ പൊന്നുമോനെ. അത്ഭുതത്തോടെ. എന്നാൽ അടുത്ത സ്റ്റെപ്പിലേക്കൊന്ന് കടക്കാമല്ലോ. മൂന്നാമത്തെ തവണ ചോദിക്കുക, മൂന്നാം തവണ ആരോടാ? 2 തവണ നിങ്ങൾ പറഞ്ഞു ഉമ്മയോടാ. നബിയെ, മൂന്നാം തവണ ആരോടാണെന്ന് ചോദിക്കുമ്പോ ആമിനാന്റെ മുത്തുമോൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമത്തെ മറുപടിയും തദൈവ ഉമ്മക്ക, നിന്റെ ഉമ്മയോടാ പൊന്നുമോനെ, നിന്റെ ഉമ്മയോടാ പൊന്നുമോനെ, നിന്റെ ഉമ്മയോടാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 മറുപടിയും കേട്ട് ഇനി എന്തെങ്കിലും അവകാശങ്ങൾ ഉമ്മയുടെ വിഷയത്തിൽ കിട്ടുമോ, എന്താ വിഷയം ഒന്നും കൂടി അറിയാൻ 4മതൊരു ചോദ്യം ആവർത്തിക്കുമ്പോ അപ്പോഴാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് അബാക്, നിന്റെ വാപ്പയോടാ പൊന്നുമോനെ. 3 തവണയും ഉമ്മയോട് ഉമ്മയോട് ഉമ്മയോടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പരിചയപ്പെടുത്തണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉമ്മ ആരാണ്? ആ ഉമ്മയുടെ മഹത്വം എത്രയാണ്? ആ ഉമ്മയുടെ വാത്സല്യത്തിന്റെ പ്രപഞ്ചം എത്ര വലുതാണ്, വിശാലമാണ്. കേവലം ഒരു പ്രഭാഷണത്തിൽ ഒതുക്കാൻ പറ്റുന്നതല്ല. എത്ര സ്റ്റേജുകളിലും പേജുകളിലും ഒതുക്കിയാലും തീരുന്നതല്ല. ആരൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും പ്രിയപ്പെട്ട ഉമ്മാനോടുള്ള കടമയും കടപ്പാടും പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റൂല. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ 3 തവണ നിന്റെ ഉമ്മയോട്, 4ാം തവണ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ നിന്റെ വാപ്പയോട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്താണ് അതിന് കാരണം? എന്തെങ്കിലും കാരണമുണ്ടോ? നബിക്ക് ഇങ്ങനെ തോന്നിയതങ്ങ് പറഞ്ഞതാണോ? അല്ല. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ പറയുന്നു വസൈനൽ ഇൻസാന ബിവാലിദൈഹി. ഒന്ന് ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. വസൈനൽ ഇൻസാന ബിവാലിദൈഹി, പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുകയാ. മുഴുവൻ മനുഷ്യരോടും വസിയ്യത്ത് ചെയ്യുകയാ. സർവേശ്വരനായ തമ്പുരാന്റെ പ്രഖ്യാപനം കേവലം വിശ്വാസികളോടല്ല, മുസ്ലിമീങ്ങളോടല്ല, ആദം നബിയുടെ മക്കളായിട്ടുള്ള മുഴുവൻ മനുഷ്യ മക്കളോടും മാനവിക സമൂഹത്തോടും മാതാപിതാക്കളുടെ മഹത്വത്തെ സംബന്ധിച്ച് മഹിതമായ മൂല്യങ്ങളെ പരിചയപ്പെടുത്തിയ വിശുദ്ധമായ ഖുർആൻ പോരാ എന്റെ പ്രിയപ്പെട്ടവരെ. അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങൾ മാതാവിന്റെ മഹത്വം പഠിപ്പിക്കുമ്പോ, അവിടുത്തെ പരിശുദ്ധമായ അധ്യാപനങ്ങളെ പരിചയപ്പെടുമ്പോ കേവലം മനുഷ്യ മാതാക്കളുടെ മഹത്വത്തെ മാത്രമല്ല പഠിപ്പിക്കുന്നത്. കേവലം ഒരു കിളിയുടെ മാതാവുണ്ടല്ലോ, ഒരു മൃഗത്തിന്റെ മാതാവുണ്ടല്ലോ, കേവലം നമ്മളുടെ നാൽക്കാലികൾ, നമ്മൾ അവജ്ഞയോടെ തള്ളുന്ന നാൽക്കാലികളുണ്ടല്ലോ, അവകളുടെ മാതാക്കൾക്ക് പോലും മഹത്വമുണ്ടെന്ന് ലോകത്ത് പഠിപ്പിച്ച ആക്കായേ നാംദാർ താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബീബായ് നബി തങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോ പ്രവാചകൻ അഭിമുഖമായിട്ട് ഒരു അപരിചിതനായ, അതേ ഒരു പ്രാകൃത വേഷക്കാരനായ ഒരു വേടൻ നടന്നു വരികയാ. ആ വേടന്റെ കയ്യിൽ ഒരു കുഞ്ഞിക്കിളിയുണ്ട്. അള്ളാന്റെ ഹബീബായ പ്രവാചകന്റെ അടുത്ത് വന്നപ്പോൾ തന്റെ അതാ വലിയ തടമ്പുള്ള കരങ്ങൾ കൊണ്ട് മുറുക്കി പിടിച്ചിരിക്കുന്ന കുഞ്ഞിക്കിളിയെ മുത്തുനബിയെ കാണിച്ചുകൊണ്ട് പറയുന്നു, എങ്ങനെയുണ്ട് നബിയെ, എന്റെ കിളി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ ഹബീബായ പ്രവാചകൻ ചോദിക്കുകയാ, പൊന്നുമോനെ, ഈ കുഞ്ഞിക്കിളി നിനക്ക് എവിടുന്ന് കിട്ടിയടാ? അള്ളാന്റെ ഹബീബായ പ്രവാചകന്റെ മുഖത്ത് നോക്കിക്കൊണ്ടാ വേടം പറയുകയാ, നബിയെ, ആ കാണുന്ന വൃക്ഷം കണ്ടോ? അതിന്റെ ശിഖരം കണ്ടോ? ആ ശിഖരത്തിലുള്ള ഒരു കൂട് കണ്ടോ? ആ കൂട്ടിൽ നിന്നും ഞാൻ എടുത്തുകൊണ്ടുവരികയാ. അള്ളാന്റെ ഹബീബായ പ്രവാചകന്റെ രണ്ടാമത്തെ ചോദ്യം താമസം വിനാ വരികയാ, ആ കൂട്ടിൽ നിന്നും ഈ കുഞ്ഞിക്കിളിയെ നീ അപകരിച്ചെടുക്കുമ്പോ അതിൽ തള്ളക്കിളിയില്ലായിരുന്നോ മോനെ? അതിൽ അമ്മക്കിളിയില്ലായിരുന്നോ മോനെ? ഉടൻ തന്നെ വേടം പറയുകയാ, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഞാൻ ആ കൂട്ടിൽ നിന്നും ഈ കിളിയെ എടുക്കുമ്പോൾ ആ സമയം അമ്മക്കിളിയില്ലായിരുന്നു. ഞാൻ ആ കൂട്ടിൽ നിന്നും ആ കിളിയുമായി താഴേക്ക് അടിവച്ച് ഇറങ്ങുമ്പോൾ എവിടെ നിന്നോ അമ്മക്കിളി പറന്നു വരികയാ, എവിടെ നിന്നോ കരന്നുകൊണ്ട് പറന്നു വരികയാ. തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ അപകരിച്ചെടുത്ത ആളാകുന്ന എന്റെ നേരെ കരന്നുകൊണ്ട് ഓടിയടുക്കുകയാ അമ്മക്കിളി. ആ അമ്മക്കിളി ഓടിയെടുത്തുകൊണ്ട് കരന്നുകൊണ്ട് ചിറകിട്ടടിച്ച് എന്നെ കൊത്താൻ വന്നു. ഞാൻ വിട്ടുകൊടുത്തില്ല നബിയെ, ഞാൻ എന്റെ കിളിയെ വിട്ടുകൊടുത്തില്ല. എങ്ങനെയുണ്ട് എന്റെ കിളിയെന്ന് പറഞ്ഞിട്ടല്ലാന്റെ റസൂലിന്റെ മുഖത്തങ്ങ് നോക്കിയപ്പോൾ ആരംഭപ്പൂവിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകിക്കൊണ്ട് പറയുകയാ, ഓ മോനെ, ഈ കുഞ്ഞിക്കിളിയെ അമ്മക്കിളിയിൽ നിന്നും വേർപെടുത്തുന്നോ? ഒരമ്മയിൽ നിന്നും കുഞ്ഞിനെ വേർപെടുത്തുന്നോ മോനെ? ഒരമ്മയിൽ നിന്നും കുഞ്ഞിനെ വേർപെടുത്തുന്നോ മോനെ എന്ന് കേവലം മനുഷ്യ മാതാക്കളുടെ മഹത്വത്തെ മാത്രമല്ല, ഒരു കിളിയുടെ മാതാവിനും മഹത്വമുണ്ടെന്ന് ലോകത്തോട് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വസൈനൽ ഇൻസാന ബിവാലിദി, എല്ലാ മനുഷ്യരോടും ഖുർആൻ പറയുന്നു, മാതാപിതാക്കളുടെ വിഷയം കുറച്ച് ഗൗരവത്തിലൊന്ന് ശ്രദ്ധിക്കണേ, അത് തീക്കളിയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മാതാപിതാക്കളെ ഒരുമിച്ച് പറഞ്ഞിട്ട് ഉമ്മാന്റെ വിഷയം പ്രത്യേകം എടുത്തു പറയുന്നു. ഹമലത്തുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിൻ. ഒന്ന് ശ്രദ്ധിക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മാന്റെ വാക്കിന് വിലയില്ലാത്ത പൊന്നുമോനെ, ഉമ്മ വിളിച്ചാലും മറുപടി കൊടുക്കാനും മടി കാണിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ, പൊന്നുമോളെ, അള്ളാന്റെ ഹബീബായ പ്രവാചകൻ 3 സ്ഥാനം കൊടുത്തത് വെറുതെയല്ല. ഉമ്മാന്റെ വിഷയം വിശുദ്ധമായ ഖുർആൻ പ്രത്യേകം എടുത്തു പറയുകയാ, ഹമലത്തുഹു ഉമ്മുഹു. ആ ഉമ്മയാ പൊന്നുമോനെ, നിന്നെ ഗർഭം ചുമന്നിട്ടുള്ളത് പോരാ, വഹിനൻ അലാ വഹിൻ, പ്രയാസത്തിന്റെ മേൽ പ്രയാസമായിരുന്നു, പ്രയാസത്തിന്റെ മേൽ പ്രയാസമായിരുന്നു. വഫിസാലുഹു ഫീ ആമൈൻ. അള്ളാന്റെ ഖുർആൻ പറയുകയാ, പോരാ, 2 വർഷം നിനക്ക് പാല് തന്ന പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, അതുകൊണ്ട് അനിഷ്കുറുലീ വലിവാലിദൈക്, നിങ്ങളെനിക്കും പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകതകൾ ഒരുപാട് പ്രിയപ്പെട്ട ഉമ്മാനോടുണ്ട്, മറച്ചു വെക്കാൻ പറ്റൂല, അതിനെ മാറ്റി നിർത്താൻ പറ്റൂല, അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റൂല. സ്വർഗത്തിൽ പോകണമെന്ന് ഏതെങ്കിലും ഒരു പൊന്നുമോൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നാളെ കത്തിക്കാളുന്ന
ഭയാനകരമായ ഭീകരമായ ബീഭത്സമായ നരകമുണ്ടല്ലോ, ആ നരകത്തെ ഏതെങ്കിലും പ്രിയപ്പെട്ട പെങ്ങന്മാര് ഭയപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാന്റെ ഖബറുണ്ടല്ലോ മോളെ, ആ ഖബറിൽ സന്തോഷമായിട്ട് നീ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, സിറാത്തുൽ മുസ്തഖീമിൽ കാലിടറാതെ സ്വർഗത്തിന്റെ തീരത്തോടി അണയണമെങ്കിൽ, അള്ളാന്റെ ഹബീബിന്റെ മുഖം കാണണമെങ്കിൽ, അള്ളാന്റെ ഹബീബിനോടൊപ്പം ഉണ്ടായിരുന്ന, അള്ളാന്റെ ഹബീബിനോടൊപ്പം സഞ്ചരിക്കുന്ന, നിഴൽ പോലെ സഞ്ചരിക്കുന്ന സഹാബികളുടെ മുഖം കാണണമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, ഹബീബിന്റെ തൃക്കരങ്ങളിൽ നിന്നും പരിശുദ്ധമായ ഹൗദുൽ കൗസർ കുടിക്കണമെങ്കിൽ ശ്രദ്ധിച്ചോ, അള്ളാന്റെ റസൂല് പറഞ്ഞത് എവിടെയാ? സ്വർഗത്തെ പരിചയപ്പെടുത്തിയത് എവിടെയാ? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, മാതാക്കളുടെ കാൽപാദത്തിൽ ആ സ്വർഗം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെയല്ല എന്റെ പ്രിയപ്പെട്ടവരെ, പിതാക്കന്മാരോട് കാണിക്കേണ്ട ആദാബുകളും മര്യാദകളെക്കാളും പതിന്മടങ്ങ് പ്രിയപ്പെട്ട ഉമ്മാന്റെ വിഷയത്തിൽ ഗൗരവത്തോടെ മക്കൾ കാണണമെന്ന് അള്ളാഹുവിന്റെ ഖുർആനും ഹബീബായ പ്രവാചകനും ഓർമ്മപ്പെടുത്തിയത് വെറുതെയല്ല. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാവിന്റെ ഗർഭഗൃഹത്തിൽ 9 മാസവും 10 ദിവസവും സ്വന്തം അവയവങ്ങളെക്കാളും ഗൗരവത്തിൽ പരിരക്ഷിച്ച പ്രിയപ്പെട്ട മക്കളാണ് നമ്മൾ, മറന്നു പോകണ്ട. 2 വർഷക്കാലം പാലൂട്ടിയവരാ. ഒരിക്കലും ഒരു പിതാവും ഗർഭാശയത്തിൽ ചുമന്നിട്ടില്ല, അവർക്ക് അല്ലാഹു അതിനുള്ള അവസരം കൊടുത്തിട്ടില്ല. പോരാ, ഒരു പിതാവും പാലൂട്ടിയ ചരിത്രമില്ല. അതുകൊണ്ട് കേവലം പറഞ്ഞാൽ തീരുന്ന മഹത്വമല്ല, പറയുന്നതിന്റെ വിദൂരത്താണ്, അപ്പുറത്താണ് ഉമ്മാന്റെ മഹത്വവും ആത്മ്യവും. തമ്പുരാനെ, ഉമ്മാനോടുള്ള കടമയും കടപ്പാടും വേണ്ടതുപോലെ ഗൗരവത്തിൽ കണ്ട് അതിനെ പ്രവൃത്തിയിൽ പ്രതിഫലിപ്പിച്ചു ഉമ്മാന്റെ പൊരുത്തത്തോടെ മരിക്കുന്ന നല്ല സജ്ജനങ്ങളിൽ ഓശാരമായി പെടുത്തണയല്ലാ, ഓശാരമായി പെടുത്തണയല്ലാ. വെറുതെ അങ്ങ് കൊടുത്തതല്ല അവർക്ക് മഹത്വം, വെറുതെ അങ്ങ് കിട്ടിയതല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പിതാവിനെ അപേക്ഷിച്ച് മാതാവിനുള്ള മഹത്വം. പ്രിയപ്പെട്ട ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താ? ഉമ്മ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത്, ഉമ്മ എല്ലാ മക്കളെയും സ്നേഹിക്കുന്നു എന്നുറപ്പാ, എല്ലാ മക്കളോടും വാത്സല്യത്തോടെ പെരുമാറും എന്നുള്ളതും ഉറപ്പാ. പക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്, ഉമ്മാന്റെ കയ്യിലേക്ക് നമ്മളെ കിട്ടിയപ്പോൾ ആ ഓമനത്തമുള്ള മുഖം, നമ്മുടെ ചെറിയ മുഖവും ആ ചെറിയ ഇളം പ്രായത്തിൽ ആ ചോരക്കുഞ്ഞായിട്ട് പ്രിയപ്പെട്ട മാതാവിന്റെ കരങ്ങളിൽ കിട്ടിയപ്പോഴാ ഉമ്മ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത് എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അല്ല, ആലോചിച്ചു നോക്കേ. വിവാഹം കഴിഞ്ഞ് തുച്ഛമായ നാള് കഴിയുമ്പോൾ സൽക്കാരത്തിനും വിരുന്നിനും ഒക്കെ പോകുമ്പോ നമ്മുടെ ഉമ്മയോട് പലരും ചോദിച്ചിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടില്ല, നമുക്കറിയില്ല. നമുക്കറിയാം, പക്ഷേ നമ്മൾ ആ ഉമ്മാനോട് ചോദിച്ചാൽ നമ്മൾ കേട്ടിട്ടില്ല. ഉമ്മാനോട് പ്രിയപ്പെട്ട ഉമ്മയുടെ കുടുംബത്തിൽപ്പെട്ടവരും അവരുടെ കൂട്ടുകാരികളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നാണത്തോടെ അതിന് മറുപടി പറയും, ചിലപ്പോ മിണ്ടാതിരിക്കും. എന്താ വിശേഷം വല്ലതും ഉണ്ടോ? അല്ലേ? വിരുന്നിനും സൽക്കാരത്തിനും ഒക്കെ പോകുമ്പോ വിശേഷം വല്ലതും ഉണ്ടോ എന്നിങ്ങനെ പതുങ്ങിയ ശബ്ദത്തിൽ ചോദിക്കുമ്പോൾ എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? ഞാനും നിങ്ങളും ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടോ? അതിന്റെ പ്രാരംഭ ദശയുടെ അടയാളം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ആ പ്രിയപ്പെട്ട ഉമ്മാനോട് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉമ്മാന്റെ മറുപടി ഒരുപക്ഷെ ഒരു പുഞ്ചിരിയായിരിക്കാം. സന്തോഷത്തോടെ മറുപടി പറയുമ്പോ, പുഞ്ചിരിച്ചുകൊണ്ട് മൗനമായി നിൽക്കുമ്പോ
ആ ഉമ്മ നമുക്ക് വിശേഷമായി ഉമ്മ നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കുകയാണ്. കണ്ടിട്ടില്ല, രൂപം പ്രാപിച്ചിട്ടില്ല, മാംസ കഷണമായിട്ടില്ല, പക്ഷേ ഇപ്പോൾ തന്നെ നമ്മളെ കുറിച്ച് ആലോചിച്ചു തുടങ്ങുന്ന ഉമ്മയുണ്ടല്ലോ. ആ ഉമ്മാനോടുള്ള കടമയും കടപ്പാടും പറഞ്ഞാൽ തീരുമോ പ്രിയപ്പെട്ടവരെ? ചെറിയ വിശേഷം ഉണ്ടാവുമ്പോ ചെറിയ സന്തോഷത്തിന് മധുരമൊക്കെ കൊടുക്കും ചില ആളുകൾ. എല്ലാ സ്ഥലത്തും ഇവിടെ ഉണ്ടോ അങ്ങനെ? ചെറിയ മധുരമൊക്കെ കൊടുത്ത് ആ സന്തോഷമൊക്കെ ഒന്ന് പങ്കിട്ട് തുടക്കത്തിൽ തന്നെ നമ്മളെ ഒന്നും ആയിട്ടില്ല, ഒന്നും ആകുന്നതിന് മുമ്പ് തന്നെ നമ്മളെ കുറിച്ചുള്ള ആ ഒരു ചിന്തയും സന്തോഷവും ഒന്ന് ആലോചിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മാസക്കാലം അല്ലെങ്കിൽ 2 മാസക്കാലം നമുക്ക് ഒരു പ്രയാസവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ആ പിന്നെയുള്ള മൂവ്മെന്റ് അല്ലേ, അനങ്ങൂല, വെയിറ്റ് എടുക്കൂല. എടുത്താൽ തന്നെ ഉമ്മ അവളുടെ ഉമ്മ പറയും, നമ്മുടെ ഉമ്മയുടെ ഉമ്മ പറയും, മോളെ നീ എവിടെ, ഞാൻ എടുത്തോളാം, നീ വിഷയാക്കണ്ട, നീ എവിടെ ഇരുന്നോ, നീ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് അല്ലേ. ജോലിയൊക്കെ വളരെ കൃത്യമായിട്ട് വളരെ ചിട്ടയോടുകൂടി തന്നെ, ശരീരം അനങ്ങാതെ സ്റ്റെപ്പൊന്നും കേറാതെ എന്നെയും നിങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി പ്രയാസങ്ങൾ സഹിച്ചു തുടങ്ങുകയാ. ആ ഉമ്മാനോടുള്ള കടമയും കടപ്പാടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞാൽ തീരുമോ? ആ ഉമ്മയ്ക്ക് നമ്മളെ കുറിച്ചുള്ള ബേജാറാ. യാത്ര കുറയ്ക്കുകയാണ്, യാത്ര കുറയ്ക്കുകയാ പോരാ, പിന്നെ അങ്ങോട്ട് നമ്മളുള്ളിൽ രൂപപ്പെട്ട് വരുമ്പോഴേക്ക് ഉമ്മ എന്ത് കഴിച്ചാലും ഛർദിക്കുകയാ. നമ്മെ കാണുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി പട്ടിണി കിടന്ന ലോകത്തിൽ ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാ പൊന്നുമോനെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാ പൊന്നുമോളെ. നമ്മെ കാണുന്നതിന് മുമ്പ് നമുക്കൊരു പ്രശ്നവും വരാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം മുമ്പിലുണ്ട്, കൊതിയൂറുന്ന ഭക്ഷണം മുമ്പിലുണ്ട്, പക്ഷേ കഴിക്കൂല, ഛർദി വരും, പ്രശ്നമാ, ബുദ്ധിമുട്ടാ. ഛർദി കൂടിക്കഴിഞ്ഞാൽ ഉള്ളിലുള്ള നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോവുമോ, എന്തെങ്കിലും പ്രയാസം വന്നു പോവുമോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു പോവുമോ എന്ന് വിചാരിച്ച് നമുക്ക് വേണ്ടി പട്ടിണി കിടക്കാൻ തുടങ്ങുന്ന ഉമ്മയുണ്ടല്ലോ. ആ ഉമ്മക്ക് പകരം വെക്കാൻ എന്താണുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ? പ്രിയപ്പെട്ട ഉമ്മാനോടുള്ള കടമയും കടപ്പാടും ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ഒരു പെരുന്നാളാവുമ്പോ, വലിയ പെരുന്നാളൊക്കെ ആവുമ്പോ ഒരു പൊതിയൊക്കെ മേടിച്ചോണ്ട് 1 കിലോ ആപ്പിളും 1 കിലോ ഓറഞ്ചും 1 കിലോ മുന്തിരിങ്ങായും ഒരു 10 ലഡുവും കോഴിക്കോടൻ ഹൽവയും, അതിവിടെ കിട്ടില്ല, അതുകൊണ്ട് അത് പറഞ്ഞാണ്, കോഴിക്കോടൻ ഹൽവയും അതുപോലെ എന്തെങ്കിലുമൊക്കെ മേടിച്ച ഒരു പൊതി നമ്മുടെ മക്കളും ഒക്കെ ആയിട്ട് ഉമ്മ വളരെ വയോവൃദ്ധയായിട്ട് രോഗത്തിൽ കിടക്കുന്ന ഉമ്മാന്റെ അടുത്ത് പോയിട്ട് പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ചാപ്പാട് നമ്മുടെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് നേരെ പോവാ. ഉമ്മാന്റെ അടുക്കൽ പോയിട്ട് ആ പൊതിയുണ്ടല്ലോ, ആ ഫ്രൂട്ട്സിന്റെയും അതുപോലെ ബേക്കറിയുടെയും പൊതിയുണ്ടല്ലോ, ആ പൊതി ഉമ്മാന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചുകൊണ്ട് ഉമ്മാന്റെ കയ്യിലേക്ക് ഒരു ചെറിയ സംഭാവനയും കൊടുത്തു കഴിയുമ്പോ ആ ഉമ്മാനോടുള്ള കടമയും കടപ്പാടും തീർന്നു എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടോ? അള്ളാഹു വെറുതെ വിടൂല്ല പൊന്നുമോനെ, അള്ളാഹു വെറുതെ വിടൂല്ലടാ, അള്ളാഹു വെറുതെ വിടൂല്ല. അവർക്ക് കോടാന കോടികൾ നീ കൊടുക്കുന്നതിനേക്കാളും ആ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ടല്ലോ, വിശിഷ്യ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മാന്റെ കൈകൾ പിടിച്ചൊന്ന് ചുംബിച്ചാൽ, ആ ഉമ്മാന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ, ആ ഉമ്മാന് ഒരു ഗ്ലാസ് വെള്ളം നിന്റെ കൈ കൊണ്ട് കൊടുത്താൽ ഉമ്മാക്കൊണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ പൊന്നുമോനെ. ആ ഉമ്മാന്റെ ശിരസിങ്ങനെ പിടിച്ചുകൊണ്ട് നീ അവരുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തുള്ളി ഉണ്ടല്ലോ, ആ വെള്ളത്തുള്ളി ഉമ്മ ഇങ്ങനെ ഇറക്കുമ്പോൾ കോടി ഉമ്മായിക്ക് കൊടുക്കുന്നതിനേക്കാളും ഉമ്മാന്റെ മനസ്സ് നിറയെ സന്തോഷമാ പൊന്നുമോനെ. ഞാനൊന്ന് ചോദിക്കുന്നു, ഉമ്മാനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മക്കൾ എവിടെയാ? ഉമ്മാനോട് ചങ്കില് സ്നേഹമുള്ള മക്കൾ എവിടെയാ? ഉമ്മാനോട് ഹൃദയമറിഞ്ഞ് സ്നേഹം പുലർത്തുന്ന മക്കൾ എവിടെയാ? ഉമ്മാനൊരു വിഷമം ഉണ്ടാവുമ്പോ കണ്ണു നിറയുന്ന മക്കൾ എവിടെയാ? ഉമ്മാന് പ്രയാസം വരുമ്പോ ഉറക്കം കെട്ടുപോകുന്ന മക്കൾ എവിടെയാ? ഉമ്മാന്റെ കാട്ടം മാറാൻ ആത്മാർത്ഥമായി ഉമ്മാന്റെ കിടക്കയുടെ സമീപത്തിരിക്കുന്ന മക്കൾ എവിടെയാ? ഉമ്മാന് വേണ്ടി ഉറക്കമുറക്കുന്ന മക്കൾ എവിടെയാ? ഉമ്മാന്റെ രോഗവിവരം അന്വേഷിക്കുന്ന മക്കൾ എവിടെയാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു വെറുതെ വിടൂല്ല പൊന്നുമോനെ. 100 ഹജ്ജ് ചെയ്താലും നിനക്ക് പടച്ചവന്റെ അടുത്ത് കബൂലിയത്ത് വേണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അള്ളാന്റെ ഹബീബായ പ്രവാചകന്റെ സ്ഥാനത്ത് പോയി നിന്നിട്ട് കോടിക്കണക്കിന് സ്വലാത്ത് ചെല്ലിയാലുണ്ടല്ലോ, അള്ളാന്റെ ഹബീബായ പ്രവാചകൻ
പ്രവാചകന് ഇഷ്ടമില്ല എന്ന് മാത്രമല്ല അവിടുത്തെ കോപവുമായിട്ടാ പൊന്നുമോനെ ഉമ്മാന്റെ പൊരുത്തമില്ലെങ്കിൽ നിനക്ക് കോപവുമായിട്ടാ തിരിച്ചു മടങ്ങുന്നത്. കേവലം ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഒരലങ്കാരത്തിന് പറഞ്ഞതല്ല. ഇൻഷാ അല്ലാഹ് സാന്ദർഭികമായി പറയുമ്പോ നിങ്ങൾക്ക് വിഷയം മനസ്സിലാകും. തമ്പുരാനെ, ഉമ്മയുടെ മഹത്വം മനസ്സിലാക്കാൻ ഏതെങ്കിലും ഉമ്മാനോട് എന്തെങ്കിലും രൂപത്തിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വാക്കുകളിൽ, പ്രവൃത്തിയിൽ, ചിന്തയിൽ, ലക്ഷ്യത്തിൽ ഏതെങ്കിലും ഒരു ചലനത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉമ്മാന്റെ കരങ്ങൾ പിടിച്ച് പൊരുത്തപ്പെടിച്ചോ. രക്ഷയില്ല, രക്ഷയില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ അവന്റെ റഹ്മത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെടണമെങ്കിൽ നീ ഏതൊക്കെ വലിയ കോടാനുകോടികൾ സകാത്ത് കൊടുത്താലും സദഖ കൊടുത്താലും, ഏതൊക്കെ സദസ്സിൽ വന്നിരുന്ന് ദ്വാരപ്പിച്ചാലും, എന്തെല്ലാം ആധ്യാത്മിക തലങ്ങളിലേക്ക് പാറിപ്പറന്നാലും, പ്രിയപ്പെട്ട ഉമ്മാന്റെ പ്രാർത്ഥനയില്ലെങ്കിൽ ഒരു പൊന്നുമോക്കും രക്ഷപ്പെടാൻ പറ്റൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാ. പിന്നെ ഛർദിയാ, പിന്നൊന്നും കഴിക്കൂല. പിന്നെ എന്തെങ്കിലും കഴിച്ചാൽ ഉടനെ വൊമിറ്റ് ചെയ്യുക. പിന്നെ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാ ഉറങ്ങുന്നത് പോലും, വളരെ ശ്രദ്ധിച്ചുകൊണ്ടാ. എന്തെങ്കിലും വെയിറ്റ് എടുത്തു പോയാൽ ടെൻഷൻ കൂടുകയാ. ഇത്രയും നാളൊരു വിശേഷം ഉണ്ട് എന്നറിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു നമ്മുടെ ഉമ്മ. റൂഹ് ഊതുന്നതിന്റെ അന്ന് ഒരനക്കം വയറ്റിൽ ഉണ്ടായി കഴിഞ്ഞാൽ, ഞാനും നിങ്ങളും ഉമ്മയുടെ വയറ്റിൽ ഒരു ചലനം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഉമ്മയ്ക്ക് അന്ന് സന്തോഷം കൊണ്ട് ഉറക്കമില്ല പൊന്നുമോനെ. അന്ന് ഉമ്മായി കുറക്കമില്ല. പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുകയാ, അനക്കം വെച്ചിട്ടുണ്ട്. ഭർത്താവിന്റെ കൈ പിടിച്ചുകൊണ്ട് താണ്ട അനങ്ങുന്ന കണ്ടോ, ചലനം കണ്ടോ, ചലനം കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ഉറക്കമില്ലാതെ കിടക്കുന്ന ഉമ്മയുണ്ടല്ലോ. ആ ഉമ്മയ്ക്ക് പകരമായിട്ട് എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ കൊടുക്കാനുള്ളത്? ആ ഉമ്മയെ സന്തോഷത്തിന്റെ തേരിലേറ്റ് മുമ്പോട്ട് കൊണ്ടുപോകലല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. മറന്നു പോകണ്ട. പിന്നെയോ വളരെ ശ്രദ്ധിച്ചാണ്. ഉമ്മായിക്ക് ബുദ്ധിമുട്ട് കൂടുകയാണ്, കുറയുകയല്ല. നിന്നെ കുറിച്ച് ഓർക്കാത്ത ദിവസമുണ്ടോ? നിന്നെ കുറിച്ച് ഉമ്മ ചിന്തിക്കാത്ത ദിവസമുണ്ടോ? നിന്നെ കുറിച്ച് ചർച്ച ചെയ്യാത്ത ദിവസമുണ്ടോ? മോനായിരിക്കുമോ, മോളായിരിക്കുമോ, മോളായിരിക്കുമോ, മോനായിരിക്കുമോ? അവൻ ആരെപ്പോലെ ആയിരിക്കും? എന്നെ പോലെ ആയിരിക്കുമോ? അതോ നിങ്ങളെപ്പോലെ ആയിരിക്കുമോ? ഭർത്താവിനോട് ചോദിച്ചുകൊണ്ട് സന്തോഷത്തോടെ കിടക്കുന്ന ഉമ്മയ്ക്ക് നേരെ കിടക്കാൻ പറ്റുന്നില്ല. കാരണം നിന്നെ കുറിച്ചുള്ള ആലോചനയാ ചരിഞ്ഞു പോയാൽ, ഉറക്കമങ്ങ് കടുകട്ടിയായി പോയാൽ, ഉമ്മാന്റെ ശരീരത്തിൽ എപ്പോഴെങ്കിലും എങ്ങനെങ്കിലും മറ്റുള്ള ഏതെങ്കിലും അവയവങ്ങള് വന്ന് പെട്ടുപോകുമോ എന്ന നിലയ്ക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഉമ്മായ്ക്ക് ഉറക്കമില്ല പൊന്നുമോനെ. മറന്നു പോകണ്ട. ചരിഞ്ഞു കിടക്കാൻ പേടിക്കുന്ന ഉമ്മ, കമിഴ്ന്നു കിടക്കാൻ പേടിക്കുന്ന ഉമ്മ, മലർന്നു കിടക്കാൻ ഭയപ്പെടുന്ന ഉമ്മ, ആ ഉമ്മ ഓരോ ദിവസവും നമുക്ക് വേണ്ടിയിട്ട് എണ്ണപ്പെട്ട തള്ളി നീക്കുന്നത് മറന്നു പോകണ്ട. അതുപോലെ ഇത്രയും വലിയ പരിലാളനയോടെ പരിരക്ഷിച്ച ഒരു പരിശുദ്ധ ഹൃദയം, അത് പ്രിയപ്പെട്ട ഉമ്മയുടേതല്ലാതെ പ്രപഞ്ചത്തിലില്ല മക്കളെ. അത് ഉമ്മയുടെ ഹൃദയമല്ലാതെ മറ്റൊരു ഹൃദയം പ്രപഞ്ചത്തിൽ പരിചയപ്പെടാനില്ല. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ആരെങ്കിലും മരണപ്പെട്ട് ഖബറിൽ കഴിയുന്നെങ്കിൽ തമ്പുരാനെ ആ ഉമ്മമാരുടെ മാതാക്കളുടെ ഖബറുകൾ സന്തോഷിപ്പിക്കണേ അല്ലാ. മരണപ്പെട്ട് മണ്ണറകളിൽ കഴിയുന്ന മുഴുവൻ ആളുകളുടെയും മണ്ണറകൾ നീ മണിയറകളാക്കണേ അല്ലാ. സുബ്ഹാനല്ലാഹ്. പ്രസവിച്ചാലും അതോടുകൂടി തീരുവോ? വിഷമം അപ്പൊ തുടങ്ങാം. അത്ര നേരത്തെ ഒന്നും അല്ല. പിന്നെ ഇതിപ്പോ ഒരു പോയിന്റ് തന്നെ ഒരു ദിവസം പറയാനുള്ളത്, ഞാൻ വേഗം പറഞ്ഞു പോവാ, ശ്രദ്ധിക്കുക അല്ലേ. ഉമ്മ പ്രസവിക്കാൻ വേണ്ടി കിടന്നാൽ ഉമ്മ അനുഭവിക്കുന്ന വേദന അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഉമ്മ അനുഭവിക്കുന്ന വേദന എത്രയാ? മരണവേദനയ്ക്ക് സമാനമായ അല്ലെങ്കിൽ മരണവേദനയുടെ തൊട്ടു താഴെയുള്ള വേദനയാണ് ഉമ്മ അനുഭവിക്കുന്നത്. മറന്നു പോകണ്ട. മരണവേദനയുടെ തൊട്ടു താഴെയുള്ള വേദനയാണ് ഉമ്മ അനുഭവിക്കുന്നത്. മറന്നു പോകണ്ട. ശാസ്ത്രം പറയുന്ന വേദന എത്രയാണെന്നറിയുമോ? 20 അസ്ഥികൾ ഒരുമിച്ച് ഒടിയുന്ന വേദനയാണ് പൊന്നുമോനെ.
20 എല്ലുകൾ ഒരുമിച്ച് ഒടിയുന്ന വേദനയുണ്ടല്ലോ, അത്രയും വലിയ കഠോരമായ വേദന സഹിച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്ക് വരുമ്പോ, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഉമ്മ മരണവേദന സഹിക്കുമ്പോ ഉപ്പായ്ക്ക് പുറത്ത് ലേബർ റൂമിന്റെ പുറത്ത് നിൽക്കാനേ പറ്റൂ. അതിനുള്ളിൽ ഉമ്മ ഒറ്റപ്പെട്ട് കിടക്കുകയാ. പൊന്നുമോനെ, മറന്നു പോകണ്ട, നിന്റെ സന്തോഷത്തിന് വേണ്ടി ഏകയായിട്ട് അവള് കിടക്കുകയാ. ആ ഉമ്മ വേദനയെല്ലാം തിന്നുകൊണ്ട് മരണവേദനയാണെന്ന് ഉമ്മായിക്കറിയാം. എങ്കിലും എന്നെയും നിങ്ങളെയും കുറിച്ചോർക്കുമ്പോൾ ഉമ്മ വേദന മറന്നു പോവുകയാ. ആ വേദന മറന്നു പോവുകയാ. പ്രിയപ്പെട്ടവരെ, ആ ഉമ്മ 20 എല്ലുകൾ ഒരുമിച്ച് ഒടിയുന്ന വേദനയും സഹിച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്ക് വരുമ്പോ, ഏതൊക്കെ ഉമ്മമാരോട് ചോദിച്ചു നോക്ക്, ജീവിതത്തിൽ ഏറ്റവും വലിയ വേദന ഏതാ? അവർക്ക് ചിന്തിക്കാൻ പറ്റൂല, ചിന്തിക്കാനും പറ്റൂല. അവരോട് ചോദിച്ചാൽ മക്കളെ, അത് പറയാൻ പറ്റുന്ന വേദനയല്ല, അത് പറയാൻ പറ്റുന്ന വേദനയല്ല, അത് എഴുതി തരാൻ പറ്റുന്ന വേദനയല്ല, അത് വിവരിക്കാൻ പറ്റുന്ന വേദനയല്ല. എന്നാലൊന്ന് ആലോചിച്ചു നോക്കൂ ഉമ്മ, നിങ്ങൾ ഇത്രയും അധികം വേദന സഹിച്ചുകൊണ്ട് ഞാനങ്ങ് പുറത്തേക്ക് വന്നപ്പോ ഉമ്മ, അതിനോളം എന്തെങ്കിലും സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും വലിയ വേദന നിങ്ങൾ സഹിച്ചല്ലോ ഉമ്മ, എന്തെങ്കിലും സന്തോഷം അതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ ഉമ്മ? ഒരു ചോദ്യം ചോദിച്ചാൽ എല്ലാ ഉമ്മമാർക്കും പറയാൻ ഒരു മറുപടി ഉണ്ടാവും. ഏതാണെന്നറിയോ? ഈ 9 മാസവും 10 ദിവസവും ആലോചിച്ചു നോക്കിയേ. സ്വന്തം ശരീരങ്ങൾക്കൊരു കൈയിനോ കാലിനോ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ബേജാറില്ല. വയറ്റിൽ ഒരു ദിവസം അനക്കം ഇല്ലെങ്കിൽ ആലോചിച്ചു നോക്കേണ്ട വിഷയം. അനക്കം വെച്ചതിന് ശേഷം വയറ്റിൽ ഒരു ദിവസം അനക്കം ഇല്ലെങ്കിൽ നമ്മുടെ ഉമ്മ നിലവിളിക്കുകയാ, അല്ലേ? ഉപ്പാനെ വിളിക്കുക, പറമ്പിൽ പണിയെടുക്കുന്ന ഉപ്പാനെ വിളിക്കുക, അല്ലെങ്കിൽ മറ്റൊരു പ്രദേശത്ത് നിൽക്കുന്ന ഉപ്പാനെ വിളിക്കുക. ഇന്ന് അനക്കിയിട്ടില്ല, ഇന്ന് എന്റെ വയറ്റിൽ അനക്കമില്ല, എനിക്ക് ബേജാറാവുന്നു, പെട്ടെന്ന് ഇവിടെ വരണം, ഹോസ്പിറ്റലിൽ പോകണം. പെട്ടെന്ന് ഉപ്പ സമാധാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉപ്പ ഓടി വീട്ടിലേക്ക് വരുമ്പോ നമ്മുടെ ഉമ്മയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയിട്ടതാ ചെക്കപ്പൊക്കെ നടത്തിയിട്ട് ഡോക്ടർ പറയുന്നു, കുഴപ്പമൊന്നും ില്ല, പേടിക്കാനൊന്നുമില്ല. ഇതങ്ങ് കേൾക്കുമ്പോ നമ്മുടെ ഉമ്മാന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാ, സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞൊഴുകുകയാ. ഇതൊന്നും നമുക്ക് പരിചയമില്ല. നമ്മുടെ ഉമ്മാന്റെ കണ്ണങ്ങ് നിറഞ്ഞൊഴുകി സാരി തുമ്പോ ഷാളിന്റെ തുമ്പോ കൊണ്ട് തുടച്ചിട്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് ഉമ്മ പറയുകയാ, അൽഹംദുലില്ലാ. പകരം കൊടുക്കാൻ എന്തുണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ? വെറുതെയല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മക്ക നിന്റെ ഉമ്മയോടാ മോനെ, നിന്റെ ഉമ്മയോടാ കടമയും കടപ്പാടും ഏറ്റവും അധികമുള്ളത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഉമ്മയോടൊന്ന് ചോദിച്ചാൽ, ഉമ്മ നിങ്ങൾ ഇത്രയും വേദന സഹിച്ചുകൊണ്ട് എന്നെ പ്രസവിച്ചപ്പോൾ അതിനോളമുള്ള ഏതെങ്കിലും സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉമ്മാനോട് ചോദിച്ചാൽ ഉമ്മാനൊരു മറുപടി പറയാനുണ്ട്. എല്ലാ ഉമ്മാമാർക്കും ഒരു മറുപടി പറയാനുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ആ മറുപടി? ആ ഉമ്മ പറയും, ഞാൻ ഇത്രയും വേദന സഹിച്ചുകൊണ്ട് പൊന്നുമോനെ നീ ഇങ്ങ് പുറത്തേക്ക് വന്നപ്പോൾ നിന്റെ മുഖമുണ്ടല്ലോ, ഇത്രയും നാൾ ഉള്ളിൽ കിടന്ന് നിന്റെ മുഖം കാണാൻ കാലമേറെയായി കാത്തിരുന്ന് കാതോർത്തിരുന്ന് നിന്റെ ആ മുഖമുണ്ടല്ലോ, ആ നഴ്സുമാർ അല്ലെങ്കിൽ മറ്റുള്ളവർ ആ പൊന്നുമോളെ എന്റെ കയ്യിലേക്ക് തന്നപ്പോൾ, നീയാകുന്ന പൈതലിനെ എന്റെ ഈ കയ്യിലേക്ക് കിട്ടിയപ്പോൾ, എന്റെ ശരീരത്തോട് ചേർത്ത് വെച്ച് എന്റെ മാർവിടത്തിൽ നിന്നും ഞാൻ ആ മുലപ്പാലാകുന്ന അമൃത് ഞാൻ ആ വായിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ എനിക്കുണ്ടായ സന്തോഷമുണ്ടല്ലോ, ആ വേദന മറന്നു പോകുന്ന സന്തോഷമാ. ആ പൈതലിനെ മാറോട് ചേർത്ത് വെക്കുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മാനുള്ള സന്തോഷമുണ്ടല്ലോ മക്കളെ, അതും പറഞ്ഞാൽ തീരുന്നതിനപ്പുറമാ, പറഞ്ഞു പൂർത്തിയാക്കാൻ പറ്റൂല. ആ ഉമ്മാനോടുള്ള കടമയറിയാതെ സ്വർഗ കവാടം കടക്കൂല കേട്ടോ. അള്ളാന്റെ തൃപ്തി വേണോ, ഉമ്മാന്റെ പ്രാർത്ഥന വേണം, അള്ളാന്റെ ഹബീബിന്റെ റഹ്മത്ത് വേണോ, ഉമ്മാന്റെ പ്രാർത്ഥന വേണം. പൊന്നുമോനെ, അല്ലാഹു വേണ്ടതുപോലെ ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് വിഷയാണെങ്കിലും ആ പറഞ്ഞ് ആ വിഷയം ഒന്ന് പൂർത്തിയാക്കി നമുക്ക് വേണമെങ്കിൽ ബാഹ്യമായിട്ടൊന്ന് പറയാൻ പറ്റും അല്ലേ? 5 നേരവും ഇന്നിപ്പോ സുബഹിയും ളുഹറും അസ്റും ഇശായും മഗ്രിബും ഒക്കെ നിസ്കരിച്ച് എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ആളുകളൊക്കെ കൈവക്കും അല്ലേ? ഹജ്ജ് ചെയ്തിട്ടുള്ള നിർബന്ധ ഹജ്ജ് എത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ കുറെ ആളുകൾ കൈവക്കും. സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറെ ആളുകൾ കൈവക്കും. അങ്ങനെ ഏതൊക്കെ വിഷയം പൂർണ്ണമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറെ ആളുകളൊക്കെ കൈവക്കും. പക്ഷേ ഒരു വിഷയം പറഞ്ഞാൽ ഒരൊറ്റ കൈയും പൊങ്ങൂല. ഉമ്മാനോടുള്ള കടമ പൂർത്തിയാക്കി എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ ഒരൊറ്റ കൈയും പൊങ്ങൂല. പൊങ്ങിയാൽ അത് പച്ചക്കള്ളമാണ്. ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരു കർമ്മമാണ് പ്രിയപ്പെട്ട ഉമ്മാനോടുള്ള കടമ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 2ാമത്തെ ഖലീഫയാ. ഉറച്ച് തർദിയത്ത് ചൊല്ലിക്കോ, നാളെ പരലോകത്ത് അവരുടെ കൈകൾ പിടിക്കാനുള്ളതാ, അവരോട് സലാം പറയാനുള്ളതാ, അവരെ ഒന്ന് കാണാനുള്ളതാ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുന്നു, ഓ ഖലീഫ ഉമറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രയാസം സഹിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ. എന്റെ ഉമ്മയ്ക്ക് വേണ്ടി ഒരുപാട് പ്രയാസം ഞാൻ സഹിക്കുന്നുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ ഞാൻ സഹിക്കുന്നുണ്ട്. എന്റെ ഉമ്മാനോടുള്ള കടമ പൂർത്തിയാകുമോ ഉമറേ? എന്റെ ഉമ്മാനോടുള്ള കടമ പൂർത്തിയാകുമോ ഉമറേ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, പൊന്നുമോനെ, ഒരു പുഞ്ചിരിയോടെ ചോദിക്കുന്നു, നീ എന്താണ് നിന്റെ ഉമ്മായ്ക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് പറയുവോ? നിന്റെ ഉമ്മാന് വേണ്ടി നീ എന്താ ചെയ്യുന്നതെന്ന് പറയുവോ? ഒരു പുഞ്ചിരിയോടെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ ആ മനുഷ്യന് പറയുകയാ, അല്ലയോ ഖലീഫ ഉമറേ, അല്ലയോ ഉമർ തങ്ങളെ, എന്റെ ഉമ്മ വല്ലാത്ത പ്രയാസത്തിലാ, രോഗിയായിട്ട് കിടക്കയിൽ കിടക്കുകയാ. എന്റെ ഉമ്മയ്ക്ക് ചലിക്കാൻ പറ്റുന്നില്ല. എന്റെ ഉമ്മ വാതരോഗം പിടിച്ച് കിടക്കുകയാ. എന്റെ ഉമ്മയ്ക്കുള്ള ഭക്ഷണം എന്റെ കരങ്ങൾ കൊണ്ടാ ഞാൻ തയ്യാറാക്കും. എന്റെ കരങ്ങൾ കൊണ്ട് ഉമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം തയ്യാറാക്കി ഉമ്മയുടെ അടുത്ത് പോയിട്ട് ഉമ്മ ഇങ്ങനെ എഴുന്നേപ്പിച്ചിരുത്തിയിട്ട് എന്റെ ഈ കയ്യിൽ ഒരു കയ്യിൽ ഇങ്ങനെ ചാരിയിരുത്തിയിട്ട് ഒരു കൈ കൊണ്ട് ഉമ്മാന്റെ വായിലേക്ക് ഞാൻ ഭക്ഷണം പിച്ച് ഇങ്ങനെ കൊടുക്കുകയാ. എന്റെ ഉമ്മാനെ വെള്ളം കൊടുപ്പിക്കുകയാ. എന്റെ ഉമ്മ കിടക്കുന്ന സ്ഥലത്ത് കിടന്നുകൊണ്ട് കാട്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുമ്പോ ആ ഉമ്മാന്റെ കാട്ടവും ഈ കരങ്ങൾക്കൊരിക്കലും പ്രയാസമാവുന്നില്ല. എന്റെ ഈ കരങ്ങൾ കൊണ്ട് ഉമ്മാന്റെ കാട്ടം ഞാൻ വരുമ്പോ, എന്റെ ഉമ്മാന്റെ മൂത്രം ഞാൻ വൃത്തിയാക്കുമ്പോ പോര ഉമർ തങ്ങളെ, എന്റെ ഉമ്മായിക്ക് എവിടെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ചാൽ ഒന്ന് ചലിക്കാൻ പറ്റാത്ത ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മയ്ക്ക് ഏതൊക്കെ പ്രദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് എന്നോട് പറഞ്ഞാലും എന്റെ ഈ കരങ്ങൾ കൊണ്ട് പൊക്കിയെടുത്ത് എന്റെ ചുമരിലാ എന്റെ ഉമ്മാനെ കൊണ്ടുപോകുന്നത് മൃതങ്ങളെ. ഏതൊക്കെ മലയും കുന്നും കേറിയാലും എനിക്കൊരു പ്രയാസമില്ല. എന്റെ ഉമ്മാനെയും പൊക്കിയെടുത്തുകൊണ്ട് ഉമ്മാനിട്ടുള്ള സ്ഥലത്തൊക്കെ ഞാൻ പ്രയാസം സഹിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു മൃതങ്ങളെ. ഞാൻ ഉമ്മാനോടുള്ള കടമ പൂർത്തിയാക്കിയിട്ടുണ്ടോ? ഉടൻ തന്നെ ഉമർതങ്ങൾ പറയുകയാ, പൊന്നുമോനെ, ഇതിനേക്കാൾ എത്രയോ പ്രയാസം സഹിച്ചതാ ചെറുപ്രായത്തിൽ നിന്നെ വളർത്താൻ. അവരും നീ ഉമ്മാന്റെ നീ കാട്ടം ചുമന്നതിനേക്കാൾ എത്രയോ ഇരട്ടിക്കിരട്ടി കാട്ടമാ നിന്റെ കാട്ടം അവർ ചുമന്നിട്ടുള്ളത്. നിന്നെ എന്തെല്ലാം പ്രയാസങ്ങൾ സഹിച്ചാ നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് പ്രയാസങ്ങൾ സഹിച്ചിട്ടുള്ളത്. അതുകൊണ്ടൊരിക്കലും പറഞ്ഞു പൂർത്തിയാക്കാൻ പറ്റൂല പൊന്നുമോനെ എന്ന് പറയുന്നതാരാ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. പൂർത്തിയായി എന്ന് പറയാൻ പറ്റൂല. ഉമ്മാന്റെ പ്രാർത്ഥന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏതൊക്കെ വലിയ ഉന്നതങ്ങളിലേക്ക് കടന്നുപോയാലും ഉമ്മാന്റെ പ്രാർത്ഥനയുടെ പോകുന്ന വഴിക്ക് ബർക്കത്തുണ്ടാവും. പഠിക്കുന്ന പഠനത്തിൽ ബർക്കത്തുണ്ടാവും. തൊഴിൽ ചെയ്യുമ്പോൾ ബർക്കത്തുണ്ടാവും. നിനക്ക് കുറച്ച് പുത്തം പണം 10 പുത്തം പണം നിന്റെ കൈ വന്നപ്പോൾ പിന്നെ ഉമ്മാനോടുള്ള സ്നേഹമില്ല. 10 മക്കളുണ്ടാവും. എവിടാ ഉമ്മയുള്ളത്? മുമ്പൊക്കെ കൂട്ടുകുടുംബങ്ങളായിരുന്നു. ഇപ്പൊ പിന്നെ പലയിടത്തും പറിച്ചു നടലാണല്ലോ അല്ലെ? തുച്ഛമായ നാൾക്കുള്ളിൽ ഓരോ ആളുകൾക്കും ഇഷ്ടാനുസരത്തിനനുസരിച്ച് കൊണ്ട് ഓരോ വീടുകളിലേക്ക് ഓരോരു മാറുകയാ. വീട് വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആ ഉമ്മ താമസിക്കുന്ന എവിടെയാ ഞാൻ ചോദിക്കും. ആ പ്രിയപ്പെട്ട ഉമ്മ എവിടെ? ഈ 10 മക്കളിൽ ഏറ്റവും വലിയ സാമ്പത്തിക നിലവാരം കുറഞ്ഞ ഒരു കുടിലിൽ താമസിക്കുന്ന ഒരു പൊന്നുമോന്റെ വീട്ടിലാ ഉമ്മയുള്ള.
കൊട്ടാര സമാനമായിട്ടുള്ള ആ ഹാജിയുടെ വീട്ടിൽ ഉമ്മയില്ല. ഞാനൊന്ന് പറയുന്നു, എന്നാൽ പടച്ച തമ്പുരാന്റെ മുമ്പില് ഈ കുടിലാണ് സ്വർഗം. പൊന്നുമോനെ മറന്നു പോകണ്ട, ഈ കുടിലാണ് സ്വർഗം, ഈ കുടിലാണ് പടച്ചവന്റെ അടുത്ത് ഉന്നതമായ വീട്. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ആരെങ്കിലും അഥവാ ഇനിയിപ്പോ വീട്ടിൽ മറ്റുള്ളവരെന്തോ വിചാരിക്കും, ഞാൻ ഇത്രയും വലിയ കോടിക്കണക്കിനുള്ള ആള് എന്റെ ഉമ്മയെ കൊണ്ടൊന്ന് വേറെ എവിടെങ്കിലും താമസിപ്പിച്ചു കഴിഞ്ഞാൽ ആളുകൾ പലതും പറയൂലേ, അതുകൊണ്ട് കിടക്കട്ടെ. ഉമ്മ എവിടെയാ? ഒരാളൊന്ന് ഞാനൊരു ഉദാഹരണം പറയാ. ആ കൊട്ടാര സമാനമായിട്ടുള്ള വീട്ടിൽ ഉമ്മാനെ കാണാൻ വേണ്ടി വേറെ ഒരു മകനോ മകളോ വന്നാൽ ഉമ്മ എവിടെ? ഉമ്മ ഇങ്ങനെ ആ റൂമിൽ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോയിട്ട് പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോയിട്ട് മുകളിലത്തെ നിലയിൽ ഇങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പോയിട്ട് ഉമ്മ എവിടെയാന്ന് അരമണിക്കൂർ എടുക്കും പറയാ അല്ലേ? ആ ഉമ്മ ഇവിടെ ഉണ്ട് എന്ന് ഭൂമുഖത്ത് നോക്കിയിട്ട് പാർപ്പിച്ച് പറയാൻ ഏതെങ്കിലും ഒരു പൊന്നുമോൻ ആത്മാർത്ഥമായ സ്നേഹം കാണിക്കുന്നുണ്ടോ? ആ ഉമ്മയുടെ കൊര ബുദ്ധിമുട്ടല്ലേ? ഉമ്മയുടെ ചുമ ബുദ്ധിമുട്ടല്ലേ? ഉമ്മയുടെ ശബ്ദങ്ങൾ നിനക്ക് അലോസരമാണല്ലേ? അല്ലാഹു വെറുതെ വിടൂല്ല പൊന്നുമോനെ, വെറുതെ വിടൂല്ല. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഉമ്മായിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഖിദ്മത്തുണ്ടല്ലോ, ഞാൻ ഒരു പോയിന്റ് പറയാൻ ശ്രദ്ധിക്കുക. ഉമ്മാന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഖിദ്മത്ത് മുമ്പിൽ വെച്ച് ദുആ എന്നാൽ ആ ദുആക്ക് ഇജാബത്താ മുഹമ്മദ് മുസ്തഫ. എന്താ പറഞ്ഞേ? പടച്ചവനെ, എന്റെ ഉമ്മാന് ഞാൻ ഖിദ്മത്ത് ചെയ്തതിന്റെ ബറക്കത്ത് കൊണ്ട് നീ എന്റെ ദുആ കബൂലാക്കണേ എന്ന് പറഞ്ഞാൽ ആ ദുആ അക്സെപ്റ്റാ, അത് കബൂലാ. അല്ലാഹു അതിൽ പെടുത്തി തിരുമാറാകട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് പറയാ, ഹദീസിൽ കാണാം, ബനൂ ഇസ്രായേൽപ്പെട്ട 3 ആളുകൾ അവർ വനാന്തരത്തിലൂടെ സഞ്ചരിച്ചു. വനത്തിന്റെ ഉള്ളിലൂടെ അവർ സഞ്ചരിച്ചു. അവർക്കൊന്ന് വിശ്രമിക്കാൻ വേണ്ടി ഒരിടം അവർ അന്വേഷിച്ചു നോക്കുമ്പോൾ ഒരു ഗുഹ കണ്ടു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിക്കണം. ആ ഗുഹയുടെ ഉള്ളിൽ ആ പ്രിയപ്പെട്ട ആ 3 ആളുകൾ കയറി ആ ഗുഹയിൽ വിശ്രമിക്കാൻ വേണ്ടി. ആ ഗുഹയിൽ കയറിയ സമയത്ത് സുബ്ഹാനല്ലാഹ്, ആ ഗുഹയുടെ വാതിലിലേക്ക് ഒരു വലിയ പാറ വന്നടഞ്ഞുപോയി. വലിയ ഒരു പാറ വന്നടഞ്ഞുപോയി. ആ പാറ തള്ളി നീക്കാൻ വേണ്ടി ഒരാൾ മുമ്പോട്ട് വന്നു. പാറ അനങ്ങുന്നില്ല. 2 പേര് വന്ന് തള്ളി നോക്കി, അനക്കമില്ല. 3 പേരും വന്ന് നോക്കി, ഒരനക്കവും ഇല്ല. അവര് ചിന്തിച്ചു, പടച്ച തമ്പുരാനെ, ഈ ഇരുളടന്ന ഈ പറയപ്പെട്ട ഈ ഗുഹയുടെ ഉള്ളിൽ അതേ വെളിച്ചത്തിന്റെ ഒരൽപ്പം കീറുപോലുമില്ലാത്ത ഈ ഗുഹയുടെ അന്തർഭാഗത്ത് കിടന്നു ഞങ്ങൾ മരണപ്പെട്ടു പോകുമോ? പരദാഹമുണ്ട്, പൈതാഹമുണ്ട്, വിശപ്പുണ്ട്, ദാഹമുണ്ട്. ഞങ്ങൾ ഇവിടെ കിടന്ന് അന്ത്യശ്വാസം വലിക്കേണ്ടി വരുമോ? ആകെ ബേജാറായി പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം അവരൊരു തീരുമാനത്തിലെത്തുകയാ. ശ്രദ്ധിക്കണേ. ഉമ്മാനോടുള്ള കടമയോ കടപ്പാടും ചെറുതല്ല, ഒന്ന് മനസ്സിലാക്കണേ. അവസാനം അവരൊരു തീരുമാനത്തിലെത്തുകയാ. എന്താണ് തീരുമാനമെന്നറിയുവോ? ആ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഇബാദത്തുകൾ ഉണ്ടല്ലോ, ആ സഹോദരങ്ങൾ, ആ മഹാന്മാരായ 3 മനുഷ്യന്മാർ അവരവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം മുമ്പിൽ വെച്ചുകൊണ്ട് ദ്വാരക്കാൻ തീരുമാനിച്ചു. പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സൽക്കർമ്മം, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം മുമ്പിൽ വെച്ചുകൊണ്ട് ദ്വാരക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. ആ 3 ആളുകളും ഓരോ പ്രാർത്ഥന നടത്തിയിട്ട് ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ഈ ബുദ്ധിമുട്ട് മാറ്റിത്തരണമെന്ന് പടച്ച തമ്പുരാനോട് പറയാൻ വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തീരുമാനിച്ചു. ആ ഉമ്മാന്റെ മഹത്വം അറിയാത്തൊരു പൊന്നുമോനും രക്ഷപ്പെടൂല. ആ ഉമ്മയോടുള്ള കടമയും കടപ്പാടും വേണ്ടതുപോലെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാത്തൊരൊറ്റാളും രക്ഷപ്പെടൂല. ഞാൻ പറഞ്ഞതെന്താ? ആ 3 ആളുകളും ഒരു പ്രാർത്ഥന നടത്താൻ തീരുമാനിച്ചു. എന്താണ് ആ പ്രാർത്ഥന എന്നറിയുവോ? അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുണ്ടല്ലോ, ആ കർമ്മങ്ങളിൽ പടച്ച തമ്പുരാനുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടാകാൻ സാധ്യതയുള്ള, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള കർമ്മം മുമ്പിൽ വെച്ച് ദ്വാരക്കാൻ തീരുമാനിച്ചു. ആ കർമ്മങ്ങൾ അള്ളാഹിനോട് പറഞ്ഞിട്ട് ആ ഗുഹയുടെ ഇരുളടഞ്ഞ ഗുഹയുടെ ഉള്ളിൽ പറഞ്ഞുകൊണ്ട്, പടച്ചവനെ, ഇതിന്റെ
ബറക്കത്ത് കൊണ്ട് ഈ ഗുഹയുടെ മുഖത്ത് നടന്നിട്ടുള്ള ഈ പ്രയാസം മാറ്റിത്തരണയെന്ന് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് ഓരോ ആളുകളും പ്രാർത്ഥിക്കുമ്പോ അതിലൊരാള് തമ്പുരാനായ ജല്ല ജലാലായ ഉടമസ്ഥനായ ഉലകത്തിന്റെ ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോട് പ്രാർത്ഥിക്കുകയാ, നാഥനായ തമ്പുരാനെ, എന്റെ വീട്ടിൽ എന്റെ ഉമ്മ വല്ലാതെ രോഗത്തിലാ, എന്റെ വീട്ടിൽ കിടക്കയിലാ, രോഗം പിടിച്ചുകൊണ്ട് കിടക്കുകയാ. ഞാൻ എന്നും ജോലിക്ക് പോകുമ്പോ തിരിച്ചു വരുമ്പോൾ എന്റെ വീട്ടിൽ ചൂട് പാല് കൊണ്ടുവരുമ്പോൾ എല്ലാ ദിവസവും രോഗിയായിട്ട് കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ എഴുന്നേൽപ്പിച്ചിരുത്തി എന്റെ ഉമ്മാന് കുടിപ്പിച്ചിട്ടല്ലാതെ എന്റെ ഭാര്യയെ കുടിപ്പിക്കൂല, എന്റെ വിശന്ന് പൊരിഞ്ഞ മക്കളെ കുടിപ്പിക്കൂല. ഞാൻ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് എന്റെ ഉമ്മാടെ വിശപ്പിന്, ഉമ്മാന് കുടിപ്പിച്ചിട്ടാ ഞാൻ ബാക്കിയുള്ളവരെ കുടിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ ആ കൂരിരുട്ടില്ല ഗുഹയുടെ ഉൾഭാഗത്ത് നിന്നുകൊണ്ട് പടച്ചവനോട് പൊട്ടിക്കരന്നുകൊണ്ട് പറയുകയാ, നാഥനായ തമ്പുരാനെ, ഒരു ദിവസം പാലുമായി വന്നപ്പോൾ കറന്നെടുത്ത പാലുമായിട്ട് എന്റെ ഉമ്മാന്റെ ചാരത്ത് വന്നപ്പോൾ എന്റെ പണി അല്പം വൈകിപ്പോയി, ഞാൻ വരാൻ അല്പം താമസിച്ചു. എന്റെ ഉമ്മ ക്ഷീണം കൊണ്ടുറങ്ങിപ്പോയി. എന്റെ ഉമ്മാന്റെ സമീപത്ത് വന്ന് ഞാൻ ഇങ്ങനെ ഇരുന്നു. എന്റെ ഉമ്മാനെ ഉണർത്താൻ എനിക്ക് മനസ്സ് തോന്നിയില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ വിളിച്ചുണർത്താൻ എനിക്ക് മനസ്സ് തോന്നിയില്ല. രോഗമുള്ള എന്റെ ഉമ്മ, പ്രയാസമുള്ള എന്റെ ഉമ്മ, ക്ഷീണമുള്ള എന്റെ ഉമ്മ, ആ ഉമ്മാനെ ഉണർത്താനുള്ള മനസ്സെനിക്ക് തോന്നിയില്ല. ആ ഉമ്മാന്റെ ചാരത്തിരുന്ന് ഉമ്മ എപ്പോ ഉണർന്നാലും അത് കൊടുപ്പിക്കാൻ ഞാൻ കാത്തിരിക്കുമ്പോ ഒരു കരച്ചിൽ കേൾക്കുകയാ. തിരിഞ്ഞു നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മക്കളാ കരയുന്നത്. അവര് വിശന്ന് പറഞ്ഞു ഉപ്പാ 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 എന്ന് വിളിച്ചുകൊണ്ട് കരയുകയാ. അവര് കരയുമ്പോൾ എല്ലാ ദിവസവും എന്നെ ഉമ്മാനെ കുടിപ്പിച്ചിട്ടല്ലേ ഞാൻ അവരെ കുടിപ്പിക്കുന്നത്. അവരുടെ വിശപ്പിന്റെ വിളിയാളവും കരച്ചിലും എന്നിൽ ലവലേശം മനസ്സ് മാറ്റിയില്ല. എന്റെ ഭാര്യയും വാടിത്തളർന്നിരിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ ഒറ്റ തീരുമാനത്തിലായി, എത്ര നേരമായിരുന്നാലും കുഴപ്പമില്ല, എത്ര സമയമായിരുന്നാലും കുഴപ്പമില്ല, എന്തെല്ലാം പ്രയാസങ്ങൾ ഏതൊക്കെ മക്കൾക്ക് വന്നാലും കുഴപ്പമില്ല, എന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ കുടിപ്പിച്ചിട്ടല്ലാതെ ഞാൻ എന്റെ മക്കൾക്ക് കൊടുക്കൂല എന്നുള്ള ദൃഢനിശ്ചയത്തോടെ ഉമ്മാന്റെ കിടക്കയുടെ ഉമ്മ കിടക്കുന്നതിന്റെ സമീപത്ത് ഞാൻ ഇരിക്കുമ്പോ ആ ഉമ്മ ഉറങ്ങി. അവസാനം എപ്പോഴാ ഉണർന്നതെന്നറിയുവോ? അല്ലാഹുവേ, എന്റെ ഉമ്മ ഉണർന്നത് സുബഹിയോടടുത്ത സമയത്താ റബ്ബേ. ആ ഉമ്മ ഉണർന്നു നോക്കുമ്പോൾ ക്ഷീണിച്ചിരിക്കുന്ന എന്നെയാ കാണുന്നത്. ആ ഉമ്മാന് പാല് കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ടാ എന്റെ മക്കളെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കരഞ്ഞവരുറങ്ങിപ്പോയി. ആ മക്കൾക്ക് പിന്നെയാ ഞാൻ പാല് കുടിപ്പിച്ചത്. അല്ലാഹുവേ, ഉമ്മാനോട് കാണിച്ച കടമയും കടപ്പാടും കാരുണ്യവും അതിന്റെ മഹത്വം കൊണ്ട് ഈ ഗുഹയുടെ മുഖത്ത് വന്നടന്നിട്ടുള്ള ഈ പ്രയാസത്തെ നീ നീക്കണയല്ല എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, അല്ലാഹു ദുആ കബൂലാക്കി. പ്രിയപ്പെട്ടവരെ, ആ ഗുഹയുടെ മുഖത്ത് വന്നടന്നിട്ടുള്ള ആ പ്രയാസത്തിൽ നിന്നും അല്പം നീങ്ങുമ്പോൾ മറ്റ് രണ്ടാളുകളും പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ പ്രതിഫലമായി കൊണ്ട് മറ്റു ഭാഗവും നീങ്ങി അവർ രക്ഷപ്പെടുമ്പോൾ ഞാൻ എന്തിനാണിത് പറഞ്ഞത്? പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മയോടുള്ള കടമ കൊണ്ട് ലോകത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ആ ഉമ്മാനോടുള്ള ശുക്ർ നഷ്ടപ്പെട്ടു പോയാൽ, ആ ഉമ്മാന്റെ മഹത്വം മറന്നുപോയാൽ, ഏതെല്ലാം മാളികപ്പുറത്തേറിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര വലിയ പ്രമാണിയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, MP ആണെന്നും MLA ആണെന്നും CM ആണെന്നും PM ആണെന്നും ഏതൊക്കെ ലോകത്തിന്റെ അധികാരത്തിന്റെ ചെങ്കോലും കിരീടവും സ്വന്തമായിട്ടുണ്ട്. വെഞ്ചാമരം വീശാൻ സുന്ദരിമാര് പരിസരത്തുണ്ട്. ഏതെല്ലാം ഭൗതിക ഉന്നതങ്ങളിലാ പ്രകാശിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഉമ്മാന്റെ പ്രാർത്ഥനയില്ലാതെ രക്ഷപ്പെടാൻ പറ്റൂല. ഉമ്മാനോടുള്ള കടമ പൂർത്തിയാക്കാതെ കരുണക്കടലായ തമ്പുരാന്റെ കരുണക്കടാക്ഷം ഒരിക്കലും നമുക്ക് തുറന്നു തരൂല്ല.
നാഥനായ തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വെറുതെയല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ. അതേ മാതാവിന്റെ ഗർഭാശയത്തിൽ നമുക്ക് കിടക്കാൻ സ്വന്തം ശരീരത്തെക്കാളും പരിരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവന്നു. നമ്മളെ ഇത്രയും നമുക്ക് വേണ്ടിയിട്ട് വേദന സഹിച്ച ഉമ്മ, ആ ഉമ്മയുടെ വേദന അറിയാത്ത മക്കളുണ്ടല്ലോ, ആ ഉമ്മയുടെ സുഖദുഃഖം അറിയാത്ത മക്കളുണ്ടല്ലോ, ആ ഉമ്മയുടെ പ്രയാസ പ്രതിസന്ധി അറിയാത്ത മക്കളുണ്ടല്ലോ, കേവലം ഒരു പൊതിയുടെ മുന്നിൽ കടമ തീരുന്നു എന്ന് വിചാരിക്കുന്ന മക്കളുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂല. ഞാൻ ചോദിക്കുന്നു, പ്രിയപ്പെട്ട ഉമ്മാന്റെ മുഖത്ത് ഒരു 5 മിനിറ്റ് സമയം, കൂടുതലൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് സമയം മുഖം മാറ്റാതെ നോക്കിയിരിക്കുന്ന എന്റെ ഉമ്മയാണ്. ഇത്രയും വലിയ മഹത്വമുള്ള ഈ ഉമ്മയെ കൊണ്ട് വേണം എനിക്ക് രക്ഷപ്പെടാൻ. വെറുതെയല്ല, നോക്കിയാൽ പ്രതിഫലം ഓഫർ ചെയ്തിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താ? അള്ളാന്റെ ഹബീബിന്റെ പ്രഖ്യാപനമാ, മറന്നു പോകണ്ട, എന്റെ വകയല്ല. അള്ളാന്റെ റസൂൽ പറയുക, 3 വിഷയങ്ങൾ കേവലം നോക്കിയാൽ പ്രതിഫലമാ. ഒന്ന് നോക്കിയാൽ പ്രതിഫലം കിട്ടുന്ന 3 വിഷയം. എന്താണ് അതിൽ ഒന്നാമത്തതെന്നറിയുമോ? അള്ളാന്റെ ഹബീബ് പറയുന്നു, പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ലക്ഷോപലക്ഷങ്ങൾ വർഷം ഹജ്ജിന് വരുമ്പോൾ കണ്ണീർ വാർക്കുന്ന പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ആ കഅബാലയത്തിലേക്കൊന്ന് നോക്കിയാൽ പ്രതിഫലം കിട്ടും. മുഹമ്മദ് മുസ്തഫ ഒന്ന് നോക്കിയാൽ പ്രതിഫലം, കഅബ ഒന്ന് നോക്കിയാൽ ഇബാദത്ത് മുഹമ്മദ് മുസ്തഫ. രണ്ടാമത് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറയുന്നു, പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പൊന്നുപെങ്ങളെ, വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, മാറോട് ചേർത്ത് പിടിക്കേണ്ട ഖുർആൻ ഉണ്ടല്ലോ. സത്യവിശ്വാസി അവന്റെ ഹൃദയാന്തരാളത്തിൽ പൊന്നുപോലെ സൂക്ഷിക്കേണ്ട ഖുർആൻ ഉണ്ടല്ലോ. ഞാനൊന്ന് ചോദിക്കുന്നു, പൊന്നുമോനെ, ഫേസ്ബുക്ക് നീ ഓപ്പൺ ചെയ്യാത്ത ഒരു ദിവസം നിന്റെ ജീവിതത്തിലുണ്ടോ? വാട്സപ്പ് ഓപ്പൺ ചെയ്യാത്ത ഒരു ദിവസം നിന്റെ ജീവിതത്തിലുണ്ടോ? ഗൂഗിൾ സെർച്ച് ചെയ്യാത്ത ഒരു ദിവസം നിന്റെ ജീവിതത്തിലുണ്ടോ? പ്രിയപ്പെട്ട പെങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മ, സീരിയലിന്റെ മുമ്പിൽ ഇരിക്കാത്ത, ടെലിവിഷൻ ഓപ്പൺ ചെയ്യാത്ത, ടെലിവിഷന്റെ മുമ്പിൽ അതേ റിമോട്ടുമായിട്ട് ഇരിക്കാത്ത ഒരു ദിവസമുണ്ടോ? ഞാനൊന്ന് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ ഖുർആൻ ഉണ്ടല്ലോ, വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ലോകരെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായി നിലകൊള്ളുന്ന ഖുർആൻ ഉണ്ടല്ലോ, ബുദ്ധിജീവികളെ ഇപ്പോഴും പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, ഗവേഷണങ്ങളെയും പര്യവേക്ഷണങ്ങളെയും അതുപോലെ ബുദ്ധിജീവികളുടെ പ്രയാണങ്ങളെയും ഒരുപാട് ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ. ആ വിശുദ്ധമായ ഖുർആൻ 15 നൂറ്റാണ്ടിന്റെ പഴക്കം പറയാനും വള്ളിപുള്ളി വിസർഗ വ്യതിയാന വ്യത്യാസമില്ലാതെ ഇന്നും വിജ്ഞാനത്തിന്റെ വിസ്ഫോടനങ്ങൾ ലോകത്തിന്റെ നെറുകയിലൂടെ രാജപാത തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ആ ഖുർആൻ ഒന്ന് നോക്കിയാലുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, അതൊന്ന് മറിച്ചു നോക്കാനുള്ള സമയമുണ്ടോ? അതൊന്ന് നോക്കാനുള്ള സമയമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആ ഖുർആൻ ഒന്ന് നോക്കിയാൽ പ്രതിഫലവാ മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ. ഞാൻ എന്റെ അസ്വസ്ഥത മറന്നിട്ട് നിങ്ങൾ ഈ സാഗൂതം ആവേശത്തോടെ എന്നെ വീക്ഷിക്കുന്നത് കാണുമ്പോൾ ഞാൻ എന്റെ അസ്വസ്ഥത മറന്നുപോയി. അതുകൊണ്ട് സ്വലാത്തൊട്ടും കുറയ്ക്കരുതേ. മുഹമ്മദ് മുസ്തഫ. വലിയ ബറക്കത്ത. മലക്കുകൾ വരുമ്പോഴേ ഒരു സംശയമില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പ്രവാചക പ്രണയം പറഞ്ഞിട്ട് അള്ളാഹിന്റെ ഹബീബിന്റെ പേര് സ്വലാത്ത് ചൊല്ലിയിട്ട് മുത്തുനബിയെ കിനാവ് കാണാൻ ഭാഗ്യം കിട്ടിയ കുട്ടികളുണ്ട്. മറന്നു പോകണ്ട, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മുഹമ്മദ് മുസ്തഫ. അതിങ്ങനെ സദസ്സിൽ ഇങ്ങനെ നിങ്ങൾ ഉറച്ചിങ്ങനെ ചൊല്ലിയിട്ട് എനിക്കിങ്ങനെ കേട്ട് കോൾമേൽ കൊള്ളാനല്ല, എനിക്കിങ്ങനെ സൂഹിക്കാനല്ല. സ്വലാത്ത് വലിയ പവറാണ്. നമ്മുടെ സദസ്സിന്റെ എല്ലാ വിഷയങ്ങൾക്കും സിദ്ധൌഷധമാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നോക്കിയാൽ പ്രതിഫലമുള്ള 3ാമത്തെ വിഷയം ഏതാണെന്നറിയുമോ?
നോക്കിയാൽ പ്രതിഫലമുള്ള മൂന്നാമത്തെ വിഷയം, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ പ്രതിഫലവാ പൊന്നുമോന്. ആ ഉമ്മാന്റെ മുഖത്തൊന്ന് നോക്കിയാൽ നീ ഇബാദത്താ ചെയ്യുന്നത്. ആ ഉമ്മാന്റെ മുഖത്തൊന്ന് നോക്കിയിരുന്നാൽ നിനക്ക് ഇബാദത്താ. നോക്കിയാൽ പ്രതിഫലമുണ്ട്. ആരംഭപ്പൂവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉമ്മാന്റെ മുഖത്ത് നിങ്ങൾ നോക്കിയിരിക്കുന്ന എത്ര പേരുണ്ട് ഞാൻ ചോദിക്കുക അല്ലേ? പല ആളുകളും വിചാരിക്കും, പടച്ചവനെ ഞങ്ങളുടെ ഉമ്മ മരിച്ചു പോയല്ലോ, എന്റെ ഉപ്പ മരിച്ചു പോയല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യുക, ഇനി എന്താ ചെയ്യുക? ഉസ്താദ് പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയ വേദനയും ബേജാറുണ്ട്, ഞാൻ അറിയാതെ പലതും പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ മരുന്ന് ഇൻഷാ അല്ലാഹ് മരണപ്പെട്ടു പോയവരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ മരുന്ന്, പൂർണ്ണമായിട്ട് എന്തായാലും പറ്റൂല, ആ നിധി ജീവിച്ചിരിക്കുമ്പോഴേ സമ്പാദിച്ചെടുക്കാൻ പറ്റും. പിന്നെ ചെറിയൊരു സമാധാനത്തിനൊരു മരുന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനം ഓർമ്മയുണ്ടെങ്കിൽ പറയാം. മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് മഹാന്മാർ പറയുന്ന ആ ഒരു വിഷയം അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കിയാൽ പ്രതിഫലമുള്ള ഒരു മുഖം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരാണ്? ഉമ്മയാണ്, ഉമ്മയാണ്. ആ ഉമ്മയുടെ വാത്സല്യം പറഞ്ഞാൽ തീരൂല്ല. ലോകത്തിൽ ഇതുപോലെ വാത്സല്യമുള്ളവർ മറ്റാരുമില്ല. ഒന്നാലോചിച്ചു നോക്കണം. ഞാനൊരു ഉദാഹരണം പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നാം പാഠശാലയിൽ, പള്ളിക്കൂടത്തിൽ, സ്കൂളിൽ നമ്മൾ പോയി മഴയത്ത് മടങ്ങി വരുമ്പോൾ, സ്കൂളിൽ പോയിട്ട് മഴയൊക്കെ പെയ്തിട്ട് ഞാനൊരു ഉദാഹരണം പറയാ, വെള്ളമൊക്കെ ഇങ്ങനെ തലവഴിയെ ഒഴിപ്പിച്ചുകൊണ്ട് പുസ്തകവും സഞ്ചിയൊക്കെ നനഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, പോകട്ടെ ആ ഒരു കാലത്തേക്ക്, ഗതകാലത്തിലേക്ക് പോകട്ടെ, നമ്മളിങ്ങനെ വീട്ടിലേക്ക് മഴയും നനഞ്ഞു കൊണ്ടുവരുമ്പോൾ ആദ്യമായിട്ട് നമ്മളെ ഇക്കാക്ക കാണുക. നമ്മുടെ മൂത്ത കാക്ക നോക്കുമ്പോ വാതലിന് അവിടെ ഉണ്ട്. ഇക്കാക്ക ചോദിക്കുക, ഇതാ പഹയ, നിനക്കൊരു കൊട എടുത്തിട്ട് പോയിക്കൂടായിരുന്നോ? ആ ഇക്കാക്കയുടെ ചോദ്യം അതാ, നിനക്കൊരു കൊട എടുത്തിട്ട് പോയിക്കൂടായിരുന്നോ? നിനക്ക് ഈ വെള്ളം ഇങ്ങനെ നനഞ്ഞ് നീ ബുദ്ധിമുട്ടാവണോ? എന്തായിരുന്നാലും അതിനി നടക്കൂലല്ലോ, കൊടയെടുത്തിട്ട് ഇനി പോക്കൽ നടക്കൂല. അടുത്ത അകത്തോട്ട് കടന്നു ചെല്ലുമ്പോൾ, വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് കടന്നു ചെല്ലുമ്പോൾ, രണ്ടാമത്തെ റൂമിൽ അവന്റെ ഇത്താത്ത ഇരിക്കുകയാ. ഇത്താത്തയുടെ ചോദ്യം എന്താ? ഇത്താത്ത പറയുകയാ, മോനെ മഴ തോർന്നിട്ട് പോയായിരുന്നോ? എന്തിനാ നനയുന്നത്? കണ്ടോ, പെണ്ണുങ്ങളുടെ മനസ്സിന് കുറച്ചും കൂടെ കട്ടി കുറ. നമ്മൾ നടക്കാത്ത കാര്യമാ പറയുന്നത്. കൊട എടുത്തിട്ട് പോയി കൂടായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞ കാര്യമാ. പക്ഷെ ഈ ചോദ്യത്തിന് കുറച്ച് അർത്ഥമുണ്ട്. മഴ തോർന്നിട്ട് പോയാൽ പോരായിരുന്നോ മോനെ എന്ന് നമ്മുടെ ഇത്താത്ത ചോദിക്കുമ്പോൾ, അടുത്ത റൂമിലിരിക്കുന്ന ആരാ? നമ്മൾ പുസ്തകവുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയായിരിക്കുന്നത്. ഉപ്പാന്റെ ചോദ്യം എന്താ? ഉപ്പ എന്താ ചോദിക്കുന്നത്? നീ പനി പിടിച്ച് മൂലേ കിടന്നാലേ ഞാനേ ഉള്ളൂ കൊണ്ടുപോകാൻ. ഉപ്പാന്റെ വക മറുപടി. ഇതെല്ലാം കേട്ടുകൊണ്ട് കടന്നു പോകുന്ന, വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ഉള്ളിലേക്ക് കടന്നു പോകുമ്പോൾ, അടുക്കളയിൽ എടുപ്പത് പണിയുമായിട്ട് നിൽക്കുന്ന നമ്മുടെ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മ നമ്മളെ കാണുകയാ. വെള്ളമൊലിപ്പിച്ചുകൊണ്ട് കടന്നു വരുന്ന പ്രിയപ്പെട്ട പൊന്നുമക്കളാകുന്ന നമ്മളെ കാണുമ്പോൾ ആ ഉമ്മ ഒരിക്കലും കൊട്ടേശം പറയുന്നില്ല, ഒരു വർത്തമാനവും പറയുന്നില്ല. ഓടിപ്പോയി അയയിൽ നിന്ന് തോർത്തെടുക്കുകയാ, തോർത്തുമുണ്ടെടുക്കുകയാ, ടർക്കി എടുക്കുകയാ. അതെടുത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ തുടച്ചു തന്നുകൊണ്ട് അതാ ദൂരേക്ക് പെയ്യുന്ന മഴയെ നോക്കിക്കൊണ്ട് പറയുകയാ, ഈ മഴ എന്തിനാ നാശം പിടിച്ച മഴ ഇപ്പൊ പെയ്തത്? എന്റെ പൊന്നുമോൻ ഇങ്ങ് വന്നിട്ട് പെയ്താൽ പോരായിരുന്നോ? എന്റെ പൊന്നുമോൻ ഇങ്ങ് വന്നിട്ട് പെയ്താൽ പോരായിരുന്നോ? ഈ മഴ ഇപ്പൊ എന്തിനാ പെയ്തതെന്ന് മഴയെ പഴിക്കുന്ന വാത്സല്യത്തിന്റെ നിധിയായ ഉമ്മയുണ്ടല്ലോ, ആ ഒരു മറുപടി പ്രതീക്ഷിക്കേണ്ടത് പ്രിയപ്പെട്ട ഉമ്മാന്റെ ഭാഗത്തു നിന്ന്. പ്രിയപ്പെട്ടവരെ, ലോകത്ത് അങ്ങനെ ഒരു മറുപടി പറയുന്നത് അത് ഉമ്മാന്റെ വായിൽ നിന്ന് മാത്രമാ. അത് സ്നേഹത്തിന്റെ ഉറവയാണ് ഉമ്മ, വാത്സല്യത്തിന്റെ പ്രപഞ്ചമാണ് ഉമ്മ. ആ പ്രിയപ്പെട്ട ഉമ്മാനെ മറന്നു പോകുന്ന മക്കള് അല്ലാഹു വെറുതെ വിടൂല. ഉമ്മാന്റെ മഹത്വം മനസ്സിലാക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ അല്ലേ, നിങ്ങളൊക്കെ കേട്ടൊരായത്തെങ്കിലും ഞാൻ ഓർമ്മപ്പെടുത്തുക, അതിന്റെ ഗൗരവം അത്രയും വലുതാ. അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്ത് ഇസ്രാ 23-24 ആയത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാ.
അല്ലാഹു വല്ലാത്തൊരു പദപ്രയോഗത്തിലൂടെ ഉമ്മാനോടുള്ള ഉപ്പാനോടുള്ള വിശിഷ്യ ഉമ്മാനോടുള്ള കടമ പരിചയപ്പെടുത്തുന്ന ഒരു ആയത്താണ്. 2 ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ فلا تقل لهما اف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. അല്ലാഹുവിന്റെ ഖുർആനാ മക്കളെ, വിശുദ്ധമായ ഖുർആനാ, പടച്ചവന്റെ പ്രഖ്യാപനമാ. വഖളാ റബ്ബുക, അല്ലാഹു വിധിച്ചിരിക്കുകയാ. അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ള പാസ്റ്റ് ടെൻസ് ആകുന്ന വഖളാ എന്നുള്ള പദമാ ഉപയോഗിച്ചത്. അല്ലാഹുവിന്റെ തീരുമാനം വന്നു കഴിഞ്ഞു, അതിൽ സംശയമില്ല. അതിനി മാറ്റിത്തിരുത്താൻ ആർക്കും പറ്റൂല. വിശുദ്ധമായ ഖുർആനിന്റെ വിധി വന്നിരിക്കുകയാ. വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ. നിങ്ങൾ ബഹുദൈവ ആരാധകരിൽ പെട്ടുപോകരുത്. അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. അല്ലാഹു അല്ലാതെ ഒരാളിനെയും ഇലാഹായിട്ട് നിങ്ങൾ കൽപ്പിക്കരുതെന്ന് അല്ലാഹു ഏറ്റവും കടുപ്പമേറിയിട്ടുള്ള പാപത്തെ പരിചയപ്പെടുത്തുമ്പോൾ. കൈതൊട്ടോ, ഞാനങ്ങോട്ട് പെട്ടെന്ന് വലിച്ചില്ലേ. ഞാൻ അങ്ങോട്ട് നോക്കണ്ട, എനിക്ക് അറിയാൻ പറ്റും ഞാൻ തൊട്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കുറെ നാളായാലും ഇനി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അതുപോലെ ചെറുതായിട്ടൊന്ന് തൊട്ട്, വേറെ ഒന്നും അല്ല. ഡയഫ്രം വല്ല അടിച്ചു പോകും. ഡയഫ്രം പോകുന്നേ നമുക്കൊന്നും കൂടെ വൈൻഡ് ചെയ്യാം. കുഴപ്പം സൗണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സൗണ്ടൊക്കെ അൽഹംദുലില്ലാ. എന്റെ തൊണ്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് സഹകരിക്കാൻ പറയാം. കുഴപ്പമൊന്നുമില്ല. അവർ പരമാവധി സഹകരിക്കുന്നു. ഇച്ചിരി വെച്ചോ മോനെ, കുഴപ്പമില്ല. എന്താ പറഞ്ഞത്? വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. രണ്ടാമത് അല്ലാഹു പറയുന്നു, എന്താണ് പടച്ചവന്റെ വിധി, എന്താണ് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വിധിച്ചിട്ടുള്ളത്. അല്ലാഹു പറയുകയാണ്, പടച്ചവനു പറയുകയാ, അല്ലാഹു പറയുകയാ, വബിൽ വാലിദൈനി ഇഹ്സാനാ. പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ. എപ്പോഴാണ് കൂടുതൽ ശ്രദ്ധയോടെ അവരെ കാണേണ്ടത്? കൂടുതൽ ശ്രദ്ധയോടെ അവരിലേക്ക് നീ കാരുണ്യത്തിന്റെ നോട്ടം നോക്കേണ്ടത് എപ്പോഴാ? ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. അല്ലാഹുവിന്റെ ഖുർആനാ, വളരെ ഗൗരവത്തോടെ ചിന്തിച്ചോ. പടച്ചവനാ പറയുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ വിഷയത്തിലൊന്ന് ഗൗരവത്തോടെ കാണണമെന്ന് അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. ശ്രദ്ധിച്ചോ. ഈ ഖുർആൻ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ വഴികാട്ടിയായിട്ട് വിശുദ്ധമായ ഖുർആനിനെ ഉൾക്കൊള്ളുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയായി, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. ഉമ്മയോ ബാപ്പയോ അവരിൽ ഒരാളോ വാർദ്ധക്യാവസ്ഥയിൽ നിന്റെ അടുത്തെത്തുമ്പോൾ ഏറ്റവും കൂടുതൽ തണുപ്പും തലോടലും തഴുകലും വാത്സല്യവും എല്ലാ നിലക്കുള്ള സ്നേഹമസൃണമായ ഇടപെടലുകളും കിട്ടേണ്ടതും അവർ ആശിക്കുന്നതും ദാഹിക്കുന്നതും എപ്പോഴാണ്? അവർ പ്രായം ചെല്ലുമ്പോഴാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു ഉമ്മാനും ഒരു ഉപ്പാനും, പ്രത്യേകിച്ച് ഉമ്മാന് ഒരു മക്കളെയും ബുദ്ധിമുട്ടിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. മറന്നു പോകണ്ട. നമ്മുടെ സന്തോഷമാ അവർക്ക് വലുത്. നമുക്ക് വേണ്ടിയിട്ട് പട്ടിണി കിടന്നിട്ടുള്ളവരാ, നമുക്ക് വേണ്ടിയിട്ട് രോഗങ്ങളെമ്പാടും പേറിയിട്ടുള്ളവരാ, നമുക്ക് വേണ്ടിയിട്ട് ഉറക്കം കളഞ്ഞിട്ടുള്ളവരാ, നമുക്ക് വേണ്ടിയിട്ട് പ്രയാസം തിന്നിട്ടുള്ളവരാ, നമുക്ക് വേണ്ടിയിട്ട് എത്രയോ നാളുകൾ നമ്മൾ ചാരത്ത് കിടക്കുമ്പോൾ പാതിരയായിരുന്നാലും പ്രിയപ്പെട്ട ഉമ്മാൻ ഉറക്കം വരുന്നില്ല. നമ്മളിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന മുഖമുണ്ടല്ലോ, പൊന്നുമോനെ, ഉമ്മാനോടുള്ള വാത്സല്യം മറന്നു പോകൽ. ആ ഉമ്മ നമ്മുടെ മുഖത്തിങ്ങനെ നോക്കിയിട്ട് ഉപ്പ തൊട്ടടുത്ത് കൂർക്കം ചുറങ്ങുകയായിരിക്കും. പക്ഷേ ഉമ്മാൻ ഉറക്കം വരുന്നില്ല. ഉമ്മ നമ്മുടെ ആ വാത്സല്യമോറുന്ന ആ വല്ലാത്ത മുഖമുണ്ടല്ലോ, ഇടയ്ക്കിങ്ങനെ സ്വപ്നത്തിൽ ചിരിക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ ഒരു കൈയിൽ തലയിലേക്ക് ഒരു കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ആ സമയത്ത് മുഖത്ത് നോക്കിക്കൊണ്ട് കിടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മൃതമായ ശരീരത്തിൽ തലോടുമ്പോൾ നമുക്ക് പ്രയാസം സഹിക്കൂല.
നമുക്കൊരു പനി വന്നാൽ, നമുക്കൊരു ചുമന്നാല്, നമുക്കൊരു ചൂട് വന്നു പോയാൽ ഉമ്മാനന്ദ പ്രയാസ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറന്നു പോകണ്ട. നമ്മളെ തൊട്ടിയിലാട്ടി കിടക്കുമ്പോൾ, നമ്മളെ തൊട്ടിയിലാട്ടിക്കൊണ്ട് കിടക്കുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ പാതിരാ സമയത്ത് വരുമ്പോൾ, ആ ഉപ്പ കടന്നു വരുമ്പോൾ ചോദിക്കുന്നു, പൊന്നുമോൻ എവിടെ? എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് നമ്മുടെ ഉപ്പമാനോട് ചോദിക്കുക, എവിടെയാ നമ്മുടെ കുഞ്ഞ്? പാതിരാ സമയത്ത് പലപ്പോഴും കഴിഞ്ഞ് വിയർപ്പോടെ കടന്നു വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത് വിശപ്പിന് വല്ലതും ഉണ്ടോ എന്നല്ല, എന്നെയും നിങ്ങളെ സംബന്ധിച്ച് ചോദിക്കുക, എവിടെയാ നമ്മുടെ പൊന്നുമോൻ? എവിടെയാ നമ്മുടെ പൊന്നുമോൾ? ഉമ്മ ആംഗ്യം കാണിക്കുകയാ, തൊട്ടിയിലുണ്ട്, കിടന്നുറങ്ങിപ്പോയി, ഇതുവരെ കരച്ചിലാകുന്നു, കുറെ നേരം കരഞ്ഞു, കുറെ നേരം എന്റെ മടിയിലിരുന്നു, കുറെ സമയം ഇവിടെ കിടത്തി, ഇപ്പൊ തൊട്ടിയിലേക്ക് കിടത്തിയിട്ടേ ഉള്ളൂ. ആ പ്രിയപ്പെട്ട ഉണ്ടല്ലോ, ആ തൊട്ടിയുടെ ആ തൊട്ടിലിന്റെ തുണിയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കാലിൽ ഏതെല്ലാമോ പതിരാ സമയത്ത് മുത്തം, ആ മുത്തത്തിന്റെ ചൂട് മറന്നു പോയ നിങ്ങൾ എത്ര വലിയ ബിരുദവും ബിരുദാനന്തര ബിരുദത്തിന്റെ അക്ഷരമാല കൂട്ടങ്ങള് സ്വന്തം പേരിനോട് ചേർത്ത് എഴുതി വെച്ചാലും അവരോടുള്ള കടമ തീരൂല, അവരോടുള്ള കടമ തീരൂല. അവര് വിചാരിക്കണം നമ്മൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ, അവര് വിചാരിക്കണം അല്ലാഹു റഹ്മത്ത് ചെയ്യണമെങ്കിൽ, അവര് വിചാരിക്കണം ഖബറിൽ സന്തോഷമായിട്ട് കിടക്കണമെങ്കിൽ, അവര് വിചാരിക്കണം നാം നമ്മുടെ നാളെ നമ്മുടെ അമലുകൾ തൂക്കുമ്പോൾ നല്ല അമലുകൾ നന്മ മുൻതൂക്കം കിട്ടണമെങ്കിൽ അവര് വിചാരിക്കണം ചെറുതല്ല അവരുമായിട്ടുള്ള കടമയും കടപ്പാടും ചെറുതല്ല, ഗൗരവത്തോടെ ചിന്തിക്കാൻ തയ്യാറായിക്കോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ ഖുർആൻ പറയുകയാ, ഇമ്മാ യബ്ലുഗന്ന ഇൻകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. പ്രായം ഉപ്പയും ഉമ്മയും, വിശിഷ്യ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മ പ്രായം ചെല്ലുന്ന സമയമുണ്ടല്ലോ, നിനക്ക് വല്ലാതെ പ്രയാസം തോന്നാനിടയുണ്ട്. നീ മനുഷ്യനാ. അതുകൊണ്ട് തന്നെ അള്ളാഹു പ്രത്യേകം എടുത്തു പറയുകയാ, പ്രായം ചെല്ലുന്ന ഉപ്പമാരുണ്ടല്ലോ, അവരോട് മോനെ നീ ഫലാത്ത കൊല്ലഹുമാ ഉഫിന് ഷേന്ന് പോലുമുള്ളൊരു വർത്തമാനമുണ്ടല്ലോ, വെറുപ്പിന്റെ ഒരംശം കലർന്ന ഒരു ചെറിയ വാക്കുപോലും പറഞ്ഞു പോകല്ലേ. അള്ളാന്റെ കൽപ്പനയാ, ഉടമസ്ഥന്റെ പ്രഖ്യാപനവാ. ഛേ എന്ന് പറയുന്ന ഒരു വാക്കുപോലും നീ പറഞ്ഞു പോകരുത്. വലാ തൻഹറുഹുമാ, അവരോട് നീ കയർത്ത് സംസാരിക്കരുത്, അവരോട് നീ കയർത്ത് സംസാരിക്കരുത്, അവരോട് നീ എതിർത്ത് സംസാരിക്കരുത്, അവരെ നീ ഓവർടേക്ക് ചെയ്ത് സംസാരിക്കരുത്, അവരുടെ ശബ്ദത്തെക്കാൾ ഉയർന്ന ശബ്ദത്തിൽ നീ ശബ്ദം ഉപയോഗിക്കരുത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വഖുല്ലഹുമാ ഖൗലൻ കരീമാ. എങ്ങനെയാണ് മാതാപിതാക്കളോട് നീ സംസാരിക്കേണ്ടത്? വഖുല്ലഹുമാ ഖൗലൻ കരീമാ, വഖുല്ലഹുമാ ഖൗലൻ കരീമാ. നല്ല മാന്യതയുള്ള വാക്കുകൾ പൊന്നുമോനെ, നിനക്കറിയാമല്ലോ, ആ മാന്യതയുള്ള വാക്കുകൾ ഉപയോഗിച്ചു വേണം പെരുമാറാൻ. മാതാപിതാക്കൾക്കൊന്നും വരാനില്ല. അവരെ നീ തെറി വിളിച്ചാൽ അവരുടെ സ്ഥാനമൊന്നും കുറയൂല. അവരെ മാറ്റി നിർത്തിയാൽ അവർക്ക് ഒരുപാട് ഇതിനേക്കാളും വലിയ വേദന നീ ചെറുപ്പകാലത്തായിരുന്നപ്പോൾ അവര് തിന്നതാ. അതുകൊണ്ട് അവർക്കൊന്നും വരാനില്ല. നഷ്ടപ്പെടുന്നത് നിന്റെ ലോകവാ, നഷ്ടപ്പെടുന്നത് നിന്റെ റഹ്മത്താ, നഷ്ടപ്പെടുന്നത് നിനക്ക് അല്ലാഹു നൽകേണ്ട കാരുണ്യവാ, നഷ്ടപ്പെടുന്നത് പരലോകത്തെ ജീവിതത്തിലുള്ള വിജയമാ. അതുകൊണ്ട് മറന്നു പോകണ്ട. അള്ളാന്റെ ഖുർആൻ പറയുന്നു, വഖുല്ലഹുമാ ഖൗലൻ കരീമാ. മാന്യമായിട്ടുള്ള സംസാരം നടത്തണം, പോരാ. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മാ. അവർക്ക് നീ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണേ മക്കളെ, കാരുണ്യത്തോടെ അവരോട് വർത്തിക്കണേ മക്കളെ. വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹു പറയുന്നത് മാതാപിതാക്കൾക്ക് ദ്വാരക്കുന്ന മക്കൾ എത്രയാ. പല വിഷയത്തിനും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. മാതാപിതാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ടൊരു പ്രാർത്ഥന നടത്തിയിട്ടുള്ള മക്കൾ എത്രയാ. മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരിറ്റ് കണ്ണുനീർ വാർത്തുകൊണ്ട് പടച്ച തമ്പുരാന്റെ മുമ്പിൽ പാതിരാവിന്റെ പഴുതിലൂടെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഒരു പ്രാർത്ഥന നടത്തിയിട്ടുള്ള മക്കൾ എത്രയാ. മരണപ്പെട്ടു പോയ എത്രയോ മാതാപിതാക്കൾ ഖബറിൽ കിടക്കുന്നുണ്ട്. അവരുടെ ചാരത്ത് ചെന്ന് ദ്വാരക്കാൻ പറ്റുന്ന മക്കളുണ്ടോ? അവിടെ ഒന്ന് പോയി സിയാറത്ത് ചെയ്തൊരു ഫാത്തിഹയെങ്കിലും ഓതാൻ
സന്മനസ്സുള്ള മക്കൾ എത്രയാ. ഏതെല്ലാം കാര്യത്തിന് ദ്വാരക്കുമ്പോൾ ഉമ്മാനെ മറന്നു പോകുന്ന മക്കള്, ഉപ്പാനെ മറന്നു പോകുന്ന മക്കള്. അള്ളാഹു പ്രാർത്ഥന സാധൂകരിക്കണോ? അള്ളാഹു കൽപ്പിച്ച ഈ പ്രാർത്ഥനയും കൂടി നിന്റെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കണം വിശുദ്ധമായ ഖുർആൻ. അവരോട് കാണിക്കേണ്ട ഒരു കരുണയാണ്. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ വിഷയത്തിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ മനസ്സിൽ അലട്ടുന്നെങ്കിൽ അവരുടെ പേരിൽ ചെയ്യാനുള്ള കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് അവരുടെ ഖബറിലേക്ക് സ്വതക്കാ ചെയ്യുക. അള്ളാഹു റഹ്മത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, ഞാൻ ചുരുക്കുകയാണ്. അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മക്ക ഉമ്മക്ക ഉമ്മക്ക, നിന്റെ ഉമ്മയോടാണ് ഏറ്റവും കൂടുതൽ കടപ്പാട്, നിന്റെ ഉമ്മയോടാണെന്ന് പറഞ്ഞപ്പോൾ പലർക്കും സംശയം തോന്നിയിട്ടുണ്ടാകും, പലർക്കും അതിൽ സംശയം തോന്നിയിട്ടുണ്ടാകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സംശയത്തിന് ഒരിക്കലും അവകാശമില്ല. ഉമ്മ സഹിക്കുന്ന വേദനയും ഉമ്മ സഹിക്കുന്ന ബേജാറും അത്രയും വലുതാണ്. ആ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനകൾ നിർബന്ധമാണ്. അള്ളാന്റെ കൽപ്പനയാണ്, അള്ളാന്റെ കൽപ്പനയാണ്. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ. എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും അള്ളാന്റെ ഖുർആൻ പറഞ്ഞു തരികയാ. പടച്ചവനെ, ചെറുപ്പകാലത്തിൽ എനിക്ക് വേണ്ടി പ്രയാസം സഹിച്ച് എന്നെ പരിപാലിച്ചു പോറ്റി വളർത്തിയതുപോലെ അല്ലാഹുവേ, എന്റെ മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. കാരണം അത്രയും പ്രയാസം മറ്റൊരു സമയത്തും അവർ സഹിച്ചിട്ടില്ല. എന്തെല്ലാം അവരുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടായപ്പോഴും, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോഴും, മറ്റുള്ള വിഷയങ്ങളിൽ അകപ്പെട്ടപ്പോഴും അവർക്കുണ്ടായിട്ടുള്ള വിഷമങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ച് പ്രിയപ്പെട്ട മാതാവ് ചെറുപ്പകാലത്തിൽ നാം ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴുൾപ്പെടെ പ്രിയപ്പെട്ട മാതാവ് സഹിച്ച വേദനയുണ്ടല്ലോ, അത്രത്തോളം മറ്റൊരു സമയത്തിലുള്ള വേദനയും അതിനെ കവച്ചു വെക്കുന്ന വേദനയില്ല. മറന്നു പോകണ്ട. ഞാൻ ആദ്യം ഒരു പോയിന്റ് പറഞ്ഞു. പ്രിയപ്പെട്ട ഉപ്പാന്റെ പൊരുത്തം ഇല്ലാതെ എത്ര കണ്ട് കോടിക്കണക്കിന് സലാത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് പോയി നിന്നുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയാലും അത് ഖബൂലല്ല. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അറിയണേ ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മാനോടുള്ള പൊരുത്തം, ഉമ്മായുമായിട്ടുള്ള കടമയും കടപ്പാടും അതിന്റെ വലിപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുക. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് പറയുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബികൾ മുമ്പിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പ്രത്യേകം വിളിച്ചുകൊണ്ട് പറയുകയാണ്, യമൻ രാജ്യത്ത് ഖർന് പ്രവിശ്യയിൽ ഉവൈസ് ഇബ്നു ആമിർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരിപ്പുണ്ട്. ആ മനുഷ്യനെ എവിടെങ്കിലും കണ്ടാൽ ഉമറേ, എന്റെ സലാം പറയണേ പൊന്നുമോനെ. ഹബീബായ നബി തങ്ങൾ പറയുകയാ, ഉവൈസ് ഇബ്നു ആമിറിനോട് എന്റെ സലാം പറയണേ ഉമറേ. ആ ഉവൈസ് ഇബ്നു ആമിറിന്റെ ശരീരത്തിൽ ഒരു അടയാളമുണ്ട്. ആ അടയാളം കൊണ്ട് പെട്ടെന്ന് ആ ഉവൈസിനെ മനസ്സിലാക്കാൻ പറ്റും. വെള്ളപ്പാണ്ടിന്റെ അടയാളം, ഒരു നാണയത്തുട്ടിന്റെ വലിപ്പത്തിൽ വെള്ളപ്പാണ്ടിന്റെ അടയാളം പോലെയുള്ള അടയാളം ഉവൈസിന്റെ ശരീരത്തുണ്ട്. ഖർന് പ്രവിശ്യക്കാരനായ യമൻ രാജ്യക്കാരനാണെന്ന് അള്ളാന്റെ ഹബീബ പ്രവാചകം പറയുമ്പോ സഹാബികൾ അത്ഭുതമായി പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനു വലിയ അത്ഭുതമായി പോയി. കാരണം അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകനാ സലാം പറഞ്ഞയക്കുന്നത് പോരാ. ഹബീബായ നബി തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാ, ഓ ഉമറേ, ഉവൈസ് ഇബ്നു ആമിർ എവിടെ വെച്ച് കണ്ടാലും പൊന്നുമോനെ നീ ദ്വാരപ്പിക്കണേ മോനെ. ആ ഉവൈസ് ഇബ്നു ആമിർ എവിടെ കണ്ടാലും കൈപിടിച്ചുകൊണ്ട് ആ ഉവൈസ് ആമിറിനോട് നിന്റെ പാപങ്ങൾ
പാപങ്ങളൊക്കെ പുറത്തു കിട്ടാൻ വേണ്ടി ദ്വാരപ്പിക്കണേ, എന്റെ സലാം പറയണേ, നീ ദ്വാരപ്പിക്കണേ എന്നോ മുസാഫഹത്ത് ചെയ്യണേ എന്നൊക്കെ അള്ളാഹുവിന്റെ റസൂൽ പറയുമ്പോ അത് വലിയൊരു ഭാഗ്യവാനാണല്ലോ. വൈസ് ഇബ്നു ആമിറിനെ അന്വേഷിച്ച് പിന്നെ പല യാത്രയും നടത്തി. യമനിൽ നിന്ന് വരുന്ന കച്ചവടക്കാരോടൊക്കെ അന്വേഷിക്കുകയാ. വൈസ് ഇബ്നു ആമിറിനെ അറിയുവോ? വൈസ് ഇബ്നു ആമിറിനെ അറിയുവോ? അള്ളാന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള വൈസ് ഇബ്നു ആമിറിനെ അറിയുവോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം ഒന്നറിയണേ, അള്ളാന്റെ ഹബീബായ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഇതാ ഉവൈസ് ആമിറിനെ കുറിച്ച് കേൾക്കുകയാ. യമനിൽ നിന്ന് വന്ന ഒരു കച്ചവടക്കാരോട്, കച്ചവട സംഘത്തോട് ചോദിക്കുമ്പോ, ഞങ്ങൾക്കറിയാമല്ലോ, വയസ്സിനെ അറിയാമല്ലോ, ഇന്ന നാട്ടിലാ ഉള്ളത്, ഇന്ന സ്ഥലത്താ ഉള്ളത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടയാളങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചപ്പോൾ ആളു ഇത് തന്നെ. ഉടൻ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സലാം പറഞ്ഞിട്ടുണ്ട് വൈസേ, അല്ലാഹുവിന്റെ ഹബീബ് സലാം പറഞ്ഞിട്ടുണ്ട് വൈസേ, എനിക്ക് ദ്വാരക്കണേ വൈസേ. ആ വയസ്സിന് മുസാഫഹത്ത് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയാ. സമകാലികരായിട്ട് പല സത്യവിശ്വാസികളും ലോകത്തിന്റെ പല ഭാഗത്തും ജീവിക്കുന്നുണ്ട്. അള്ളാന്റെ ഹബീബിന്റെ കാലത്ത് തന്നെ മുസ്ലിമീങ്ങളായിട്ടുള്ള പലരും പലയിടത്തും ജീവിക്കുന്നുണ്ട്. പലരും അള്ളാന്റെ റസൂലിനെ കാണാതെ പലയിടത്തും ജീവിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഹബീബായ നബി തങ്ങൾ ഇത്രയും വലിയ മദ്ഹ് പറയാനുള്ള കാരണം എന്താ? അള്ളാന്റെ റസൂല് നിങ്ങൾക്ക് സലാം പറഞ്ഞു വിട്ടിട്ടുണ്ടല്ലോ. എന്താ നിങ്ങളുടെ ജീവിത പശ്ചാത്തലത്തെ കുറിച്ച് അന്വേഷിക്കുമ്പോ പറയുകയാണ്, ശരിയാണ് ശരിയാണ്, ഞാൻ യമനിലാണെങ്കിലും എന്റെ മനസ്സങ്ങ് മദീനയിലാണ്, എന്റെ മനസ്സ് മദീനയിലാണ്. ഹബീബിനെ കാണണമെന്നും ഹബീബിന്റെ ചാരത്തെത്തണമെന്നും മുസ്തഫായ നബി തങ്ങളെ സമീപത്തെത്തി അവിടുത്തെ സാന്നിധ്യം സാമീപ്യവും അനുഭവിക്കണമെന്നും അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പലവട്ടം കൊതിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ ഉമ്മ സുഖമില്ലാതെ കിടക്കുന്ന എന്റെ ഉമ്മ, സുഖമില്ലാതെ കിടക്കുന്ന എന്റെ ഉമ്മയുണ്ടല്ലോ, സുഖമില്ലാതെ കിടക്കുന്ന എന്റെ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മാനെ സൂക്ഷിക്കാൻ ഞാനല്ലാതെ മറ്റാരുമില്ല, ആ ഉമ്മാന് വെള്ളം കൊടുക്കാൻ ഞാനല്ലാതെ ആരുമില്ല, ആ ഉമ്മാന് വേണ്ട പരിചരണ പ്രവർത്തനം നടത്താൻ ഞാനല്ലാതെ മറ്റാരും ഉമ്മായുടെ പരിസരത്തില്ല. അതുകൊണ്ട് പലപ്പോഴും എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിട്ടും ഉമ്മ എന്നെ കരുണയോടെ നോക്കിയപ്പോൾ, പൊന്നുമോനെ നീ പോയാൽ എനിക്കാരാ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മാന്റെ വാക്കിനപ്പുറം എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ടാ പ്രവാചകന്റെ പരിശുദ്ധമായ തീരെ തണയാത്തതെന്ന് പറഞ്ഞപ്പോൾ ഒന്നാലോചിച്ചു നോക്കണേ. ഉമ്മാനോടുള്ള കടമ നിർവഹിച്ചപ്പോൾ, ഉമ്മാന്റെ പൊരുത്തത്തിലും ഇട്ടത്തിലും ജീവിച്ചപ്പോൾ, ലോകത്തിന്റെ അമ്പിളിത്തിങ്കളെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് എത്താനുള്ള സാധ്യതകൾ ഉണ്ടായിട്ട് പോലും ഉമ്മാനെ പരിചരിച്ചത് കൊണ്ട് മുസ്തഫായ നബി തങ്ങളുടെ ചാരത്ത് എത്താത്തതിന്റെ പേരിൽ ഹബീബിന്റെ ചാരത്ത് ഒരുമിച്ച് കൂടിയ സഹാബികളോട് തന്നെ ആ ഉവൈസിനെ മുസാഫഹത്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ അതിന്റെ പവർ എത്രയാണ്! ഉമ്മാന്റെ പൊരുത്തമാ, ഉമ്മാന്റെ പൊരുത്തമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ ഹബീബായ പ്രവാചകം പറഞ്ഞില്ലേ, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. അള്ളാന്റെ പ്രവാചകനല്ലേ പറഞ്ഞത്, സ്വർഗം അന്വേഷിച്ച് ഓടി അലയണ്ട, നിന്റെ പ്രിയപ്പെട്ട ഉമ്മാന് നീ ഖിദ്മത്ത് ചെയ്തോ, അവരെ കൊണ്ട് ആരംഭിച്ചോ, അവരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞോ, അവർക്ക് സമാധാനം നൽകിക്കോ, അവരെ സന്തോഷിപ്പിച്ചോ, അവരുടെ ദുഃഖങ്ങളിൽ പങ്കാളികളായിക്കോ, അവർക്ക് എന്താണ് വേണ്ടതെന്ന് നീ ചോദിച്ചറിഞ്ഞോ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ നെറ്റിത്തടത്തിൽ ആത്മാർത്ഥമായിട്ടൊരു ചുംബനം കൊടുത്ത മക്കൾ എത്രയാ! ഒരു ചുംബനം അവർക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, പ്രിയപ്പെട്ട പൊന്നാര ഉമ്മയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അത് ചെറുതല്ല. അതുകൊണ്ട് ഉമ്മയെ എത്രത്തോളം സ്നേഹിക്കാമോ അറിയണം. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ, നബിയെ എനിക്ക് യുദ്ധത്തിന് പോകാനുള്ള അനുവാദം നൽകണം. അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നൊരു സഹാബി ചോദിച്ചപ്പോ വീട്ടിലാരാ ഉള്ളത്? ഉമ്മയുണ്ട്. ഉമ്മയുടെ അവസ്ഥ എങ്ങനെ? ഉമ്മ രോഗിയാ, വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാനാണ് ഉമ്മക്ക് ശുശ്രൂഷ നടത്തുന്നത്. നിന്റെ സ്വർഗം നിന്റെ വീട്ടിലാണ്. മുഹമ്മദ് മുസ്തഫ. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്. രണഭൂമിയിൽ പടപൊരുതി രക്തസാക്ഷിയാകുന്നതിനേക്കാളും പ്രതിഫലം നിന്റെ പ്രിയപ്പെട്ട ഉമ്മാന് ഖിദ്മത്ത് ചെയ്യുന്നതിലൂടെയാ പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ. ആരാണ് ആ ഉമ്മാന്? ആരാണ് ആ ഉമ്മാന്റെ കണ്ണുനീരിന് വില കൊടുക്കുന്നത്? ഉമ്മാന്റെ കണ്ണുനീരെങ്ങാണം വീണിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നീ എന്തൊക്കെ കെട്ടിപ്പൊക്കിയാലും അതിനെയൊക്കെ വെണ്ണീരാക്കാനുള്ള പവർ പ്രിയപ്പെട്ട മാതാവിന്റെ കണ്ണുനീരിനുണ്ട്. മറന്നു പോകണ്ട. അതുകൊണ്ട് ഏതെങ്കിലും മക്കൾ ഉമ്മയെയും ഉപ്പയെയും തിരസ്കരിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും കാമുകന്മാരുടെ പിന്നിലൂടെ പോകുന്നുണ്ടെങ്കിൽ സാന്ദർഭികമായി ഞാൻ പറയുക, മുമ്പൊക്കെ പ്രിയപ്പെട്ട ഉമ്മയുടെയും ഉപ്പയുടെയും ഇഷ്ടവും അനിഷ്ടവും അവരുടെ ജീവിതത്തിൽ ഒരു സഖിയെ അല്ലെങ്കിൽ ഒരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ നോക്കിയിരുന്നു. ഇന്ന് നെറ്റിലൂടെ സെർച്ച് ചെയ്യുക. ഇന്ന് കോളേജ് ക്യാമ്പസിൽ നിന്ന് നമ്മൾ സാധാരണ ഇറച്ചിക്കോഴിയെ വാങ്ങാൻ പോകുമ്പോൾ ഉണ്ടല്ലോ, ഇറച്ചിക്കോഴി വാങ്ങാൻ പോകുമ്പോൾ എത്ര കിലോ വേണ്ടി വരും? ഒരു 2 കിലോ. അങ്ങനെ ഇങ്ങനെ പിടിച്ച് പൊക്കിയെടുക്കുക എന്ന് പറയുന്ന പോലെ കൂട്ടത്തിൽ നിന്ന് നമ്മളിങ്ങനെ ഓരോട്ടെ ചൂണ്ടയിട്ട് പൊക്കിയെടുക്കുക. അല്ലേ? എന്ത് ബർക്കത്തുണ്ടാവും അതിൽ? അവരവരെ സെലക്ട് ചെയ്യുക. ചില പെൺകുട്ടികളുടെ കാര്യം സുബ്ഹാനല്ലാഹ്, മതം പോലും മറന്ന് ഉമ്മയെയും ഉപ്പയെയും മറന്നുകൊണ്ട് എവിടെയോ ഇറങ്ങി ഓടുകയാണ്. എവിടെയാണ് ആ ഓട്ടത്തിന്റെ സമാപനമെന്നറിയുമോ? നരകത്തിലേക്കാ. മറന്നു പോകണ്ട. ഏതെല്ലാം രൂപത്തിലുള്ള എന്തെല്ലാം സൗഭാഗ്യങ്ങളുടെ പറുദീസ ആരൊക്കെ നിനക്ക് തരാമെന്ന് പറഞ്ഞാലും ഉമ്മാന്റെ കണ്ണുനീര് വീണാലുണ്ടല്ലോ പൊന്നുമോള്, അതെല്ലാം നിന്റെ ജീവിതം മൊത്തവും വെണ്ണീരായി പോകും. മറന്നു പോകണ്ട. ഒരൊറ്റ അനുഭവ കഥയാണ് പറയുകയാ. തൃശ്ശൂർ ജില്ലയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഇരിങ്ങാലക്കുടക്കടുത്തുള്ള സഹോദരി. ഞാൻ എന്തിനാ ഇത് പറയുന്നത്? ഏതെങ്കിലും പെങ്ങന്മാര് ഉമ്മയുടെ കണ്ണുനീരിന് വില കൊടുക്കാത്തവരുണ്ടെങ്കിൽ, മനസ്സിൽ ഏതെങ്കിലും ദുരുദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റാനും പടച്ചവനെ പേടിക്കാനുമാ, ചെയ്തുപോയ പാപങ്ങളെ സംബന്ധിച്ച് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കാനും വേണ്ടിയാ തൃശ്ശൂർ ജില്ലയിൽ മധ്യ കേരളത്തിൽ ഇരിങ്ങാലക്കുടക്കടുത്തുള്ള സാമ്പത്തികമുള്ള കുടുംബത്തിൽ റാഷിദ എന്ന് പേരുള്ളൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പലരും അറിഞ്ഞിട്ടുണ്ടാവും, റാഷിദ എന്ന പൊന്നുമോള് ഭർത്താവ് ഗൾഫിലാണ്. ഭർത്താവ് ഗൾഫിൽ പോയി പാവപ്പെട്ടവൻ ചോര നീരാക്കി കുറച്ച് പണം അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, വീടിന്റെ മെയിൻ്റനൻസ് ഒക്കെ ഒന്ന് ചെയ്യണം. വീടിലാകെയുള്ളത് ഉമ്മയും ഉപ്പയുവാ, ആശ്രയുവാ. അങ്ങനെ ആ പരിസരത്ത് തമ്പടിച്ച് താമസിച്ചിരുന്ന തിരുവനന്തപുരം സ്വദേശികളായ കുറച്ച് ആശാരിമാരെ വിളിച്ചു വീടിന്റെ പണിക്ക് വേണ്ടി. ആശാരിമാരെ വിളിച്ചു. അവർ പണി തുടങ്ങി. ആ പണി ഇങ്ങനെ തുടങ്ങിയപ്പോൾ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും അവർക്ക് വെള്ളം കൊടുക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കാനും ഏൽപ്പിച്ചത് ഈ പൊന്നുമോളയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. ഇവൾ വെള്ളം കൊടുക്കാൻ തുടങ്ങി, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി, അവർക്ക് പലതും കൊടുക്കാൻ തുടങ്ങി. അവസാനം ആ ആശാരിമാരിൽ ബാബു എന്ന് പേരുള്ള ഒരു ആശാരിയുമായിട്ട് അവൾക്കെന്തോ ഒരു പ്രണയബന്ധം തോന്നുകയാ. അവളുടെ കണ്ണിൽ അന്ധത ബാധിക്കുകയാ. പാവപ്പെട്ട പ്രവാസിയായി നിൽക്കുന്ന വേദനകൾ എമ്പാടും സഹിച്ചുകൊണ്ട്, പ്രയാസം സഹിച്ചുകൊണ്ട്, അവളുടെയും മാതാപിതാക്കളുടെയും അന്നം അന്വേഷിച്ചുകൊണ്ട് പാറി പറന്നുപോയ ആ പാവപ്പെട്ട സഹോദരനെ മറന്നു പോവുകയാ. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിക്കട്ടെ. ആ ബാബു എന്ന ആശാരിയുമായിട്ട് പ്രണയത്തിലായി എന്ന് മാത്രമല്ല, പല ഒറ്റപ്പെട്ട സമയത്തും അവർ ഒരുമിച്ച് കൂടുകയാ. അവസാനം ആ പ്രണയം വളർന്നങ്ങ് പന്തലിച്ച് അവസാനം ഒരു തീരുമാനത്തിലെത്തുകയാ. നമുക്കിവിടെ നിന്നും ഒളിച്ചോടണമല്ലോ. ഒരു സമയം നോക്കിയിട്ടതാ പാറിപ്പറക്കുകയാ. ആ വീടിന്റെ പണിക്ക് വെച്ചിരുന്ന പണവും അതുപോലെ പണ്ടവും ഉൾപ്പെടെ മുഴുവനും എടുത്തുകൊണ്ട്, വസ്തുക്കളും എടുത്തുകൊണ്ട് റാഷിദ എന്ന് പറയുന്ന പെൺകുട്ടി ബാബു എന്ന് പേരുള്ള ആശാരിയുടെ പിന്നിലേക്ക് ഓടുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നൂറ് കഥകള് പറയാൻ നിങ്ങൾക്കുമുണ്ടാകും. പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ എന്തിനാ പറയുന്നത്? ഉമ്മാനൊരിച്ച് കണ്ണുനീര് വീണാനുണ്ടല്ലോ നിങ്ങളുടെ ജീവിതം വെണ്ണീരായി പൊന്നുമോ പറയാൻ വേണ്ടി
ഞാൻ പറയുന്നത്. അങ്ങനെ ഓടുകയാ തിരുവനന്തപുരം ജില്ലയിൽ കേരളത്തിന്റെ ബോർഡറാകുന്ന കളിയിക്കാവിള എന്ന് പറയുന്ന പ്രദേശത്തതാ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച പണവുമായിട്ട് ഒരു തടിക്കച്ചവടം, ഈ ആശാരി തടിക്കച്ചവടം തുടങ്ങിക്കൊണ്ട് ഇങ്ങനെ രാഹത്തായിട്ട് മുമ്പോട്ട് പോകുമ്പോ അവസാനം നോക്കുമ്പോ റാഷിദ മാറി ഗീതയായി. റാഷിദ മാറി ഗീത എന്ന പേര് സ്വീകരിച്ചു. അതിനൊരു കുട്ടിയുണ്ടായി. കാലം ഇങ്ങനെ കുറച്ച് മുമ്പോട്ട് നീങ്ങിയപ്പോൾ പിന്നെ ഭർത്താവിന്റെ മുഖം അങ്ങ് മാറി. പാതിരാ സമയത്ത് പട്ടച്ചാരായം കുടിച്ചുകൊണ്ട് കൂത്താടിക്കൊണ്ടുവരുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ പ്രണയത്തിന്റെ പേരിൽ സഹിക്കേണ്ടി വന്നു. ഇനി ഇപ്പൊ തിരിഞ്ഞു നോക്കാൻ പറ്റൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ സമുദായത്തിന്റെ മുഴുവൻ മക്കളെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചെറിയ വിഷയമൊന്നുമല്ല. മൊബൈലിലൂടെ മറ്റുള്ള ബന്ധങ്ങളിലൂടെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഞാൻ പറയുക, മൊബൈൽ ഫോണുകൾ പ്രിയപ്പെട്ട ഭർത്താവിനൊരു സ്വകാര്യ സംഭാഷണം നടത്താൻ വേണ്ടി ആ പാവപ്പെട്ടവൻ കട്ടപ്പെട്ട പണം കൊണ്ട് നിനക്ക് വാങ്ങി തന്നപ്പോൾ ആ ഭർത്താവിന് പൊരുത്തമില്ലാതെ ഒരു മിസ് കോൾ വന്നു പോയാൽ, ഒരു ഇൻകമിംഗ് കോളും പോയാൽ, ഒരു ഔട്ട് ഗോയിങ് കോൾ ആയി, ഒരു മെസ്സേജ് അയച്ചു, ഒരു മെയിൽ അയച്ചു, ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് നീ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു നിന്നെ വിടൂല്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവസാനം 4 കാലിൽ വരുന്ന ഭർത്താവിനെയാണ് ഇവള് കാണുന്നത്. ഒരു ദിവസം നോക്കുമ്പോൾ തന്റെ കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് ഭർത്താവ് വരികയാ. ബാബു എന്ന ഭർത്താവിനോടൊപ്പം മദ്യപിച്ചു വന്ന കൂട്ടുകാർ ആ ബാബുവിനെ ഭിത്തിയിലേക്ക് അങ്ങ് തൂക്കി അങ്ങ് മാറ്റി നിർത്തുകയാണ്. അവസാനം ഈ കൂട്ടുകാർ ഈ ഗീത എന്ന് പറയുന്ന റാഷിദ എന്ന പൊന്നുമോൾ ഉണ്ടല്ലോ, ഗീതയായി മാറിയ പൊന്നുമോൾ ഉണ്ടല്ലോ, അവളിലേക്ക് തിരിയുകയാ, അവളെ പിച്ച് ചീന്തുകയാ. അപ്പോഴാണ് അവൾക്ക് ബോധോദയമുണ്ടാകുന്നത്. അപ്പോഴാണ് അവളുടെ വിലപ്പെട്ട ജീവിതത്തെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോഴാണ് അവർ കണ്ണു തുറന്നത്. അപ്പോഴാണ് അവർ ഖബറിനെ കുറിച്ച് ഓർത്തുപോയത്. പക്ഷെ ഇനി ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? അവൾ ഇരുളിന്റെ മറവിലേക്ക് കൈക്കുഞ്ഞുമായി ഓടി അങ്ങ് പോവുകയാ. ഓടിത്തളർന്ന അവസാനം തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാ. വന്നിരുന്നു കൊണ്ട് ആലോചിക്കുന്നു, പടച്ചവനെ ആരൊക്കെ മാറ്റി നിർത്തിയാലും ഏതെല്ലാം വാതിലുകൾ കൊട്ടിയടച്ചാലും ഉമ്മ എന്നെ സ്വീകരിക്കാതിരിക്കൂല, എന്റെ ഉമ്മ എന്നെ സ്വീകരിക്കാതിരിക്കൂല, എന്റെ ഉമ്മ ഒരാശ്വാസവാക്കെങ്കിലും പറയാതിരിക്കൂല എന്ന് വിചാരിച്ച് വീട്ടിലേക്ക് ഫോൺ ചെയ്യുകയാ. ആ വീട്ടിലേക്ക് ഫോൺ ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞ വിവരം എന്താണെന്നറിയുമോ? ഈ പൊന്നുമോൾ ഇറങ്ങിപ്പോയതിന്റെ വിഷമത്തിൽ ആ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും മനസ്സ് പൊട്ടി മരിച്ചു. മക്കളെ, മനസ്സ് പൊട്ടി മരണപ്പെട്ടു. ആ വാർത്ത അറിഞ്ഞിട്ട് പിന്നെയും തകർന്നു പോയി. അവിടെ അങ്ങനെ ക്ഷീണിച്ച് കരഞ്ഞിരിക്കുമ്പോ ഒരു പെണ്ണ് വരികയാ. വിഷാദമൂകയായിരിക്കുന്ന ഈ ഗീത എന്ന റാഷിദയോട് ചോദിക്കുന്നു, മോളെ എന്താ നിനക്ക് വേണ്ടത്? പ്രശ്നമൊന്നുമില്ല, എന്റെ വീട്ടിൽ കൊണ്ടുപോകാം. അവളുടെ വാക്കിൽ കുടുങ്ങി അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവൾ അവിടെ ഒരു ലൈംഗിക തൊഴിലാളിയായിരുന്നു. സെക്സ് അതാ പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിരുന്നു. അവളും കൊണ്ടുപോയി, അവളെ ഗീതയെ കൊണ്ടുപോയി കച്ചവടം നടത്തി ഒരുപാട് അവളും സമ്പാദിച്ചു. അറിയണേ എങ്ങനെയാണ് മറ്റുള്ള ലോകം ഇതറിഞ്ഞതെന്നറിയുവോ? അതാ മെഡിക്കൽ കോളേജിന്റെ സമീപത്തെ ഒരാൾക്കൂട്ടം, എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ വെറുതെ പറഞ്ഞതല്ല, അന്വേഷിക്കാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ സമീപത്ത് ഓടയുടെ സൈഡിൽ ഒരാൾക്കൂട്ടം ആളുകളൊക്കെ ഇങ്ങനെ എന്തോ കൗതുകം കാണുന്നത് പോലെ നോക്കി നിൽക്കുന്നു. അതാ തിരുവനന്തപുരം ജില്ലയിൽ വർക്കല സ്വദേശിയായ വെട്ടൂര് പ്രദേശവാസിയായ അൻഷാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. കടന്നു വന്നുകൊണ്ട് നോക്കുമ്പോ ഒരു പെണ്ണ് അബോധാവസ്ഥയിൽ കിടക്കുകയാ. ഒരു കുഞ്ഞിരുന്ന് സമീപത്തിരുന്ന് കരയുകയാ. അദ്ദേഹമാ കാഴ്ചക്കാരനായിട്ട് നിൽക്കാതെ മറ്റുള്ള ആളുകളുടെ സഹായത്തോടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും അവസാനം അവൾ ബോധം തെളിഞ്ഞപ്പോൾ അവളാണ് ഈ വിവരങ്ങളൊക്കെ പറയുന്നത്. പോരാ, ഡോക്ടർ ഞെട്ടിക്കുന്ന ഒരു വിവരവും അദ്ദേഹത്തിന് കൈമാറി
കൈമാറ്റം ചെയ്തു. എന്താണെന്നറിയുവോ? അവൾ ഇഞ്ചിഞ്ചായിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാ. അവൾ എയ്ഡ്സ് രോഗിയാ. അവൾ എയ്ഡ്സ് രോഗിയാ. സുബ്ഹാനല്ലാഹ്, എയ്ഡ്സ് രോഗിയാണെന്ന് പറയുകയും ചെയ്യുമ്പോ എത്ര വലിയ ദുരന്തമാ പെങ്ങളെ. ആ പെങ്ങളെ വിലക്ക് വാങ്ങിയത് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഉമ്മാന്റെ കണ്ണുനീരുണ്ടല്ലോ, ഉപ്പാന്റെ കണ്ണുനീരുണ്ടല്ലോ, അതിന് വലിയ വിലയുണ്ട് പെങ്ങളെ, മറന്നു പോകണ്ട. ആരൊക്കെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും ഉമ്മയും ഉപ്പയും വെട്ടിയാലും മുറിയാത്ത ബന്ധമാ, വെട്ടിയാലും മുറിയാത്ത ബന്ധമാ, എങ്ങനൊക്കെ വിച്ഛേദിച്ചാലും മുറിയാത്ത ബന്ധമാ. ഒരൊറ്റ വിഷയം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തി ഞാൻ ചുരുക്കുകയാ സഹോദരങ്ങളെ. ജപ്പാനിൽ ഒരു ഭൂകമ്പം നടന്നറിയുമോ നിങ്ങള്? ജപ്പാനിൽ നടന്ന ഭൂകമ്പം ഉണ്ടല്ലോ, ആ ഭൂകമ്പത്തിൽ അപകടപ്പെട്ട പല ആളുകളെയും ഇങ്ങനെ രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തുമ്പോൾ പല ഇടിഞ്ഞു പൊളിഞ്ഞു വീണ ബിൽഡിങ്ങുകളിൽ നിന്ന് ജീവന്റെ തുടിപ്പുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ആ രക്ഷാപ്രവർത്തകർ ഇങ്ങനെ പ്രയാണം നടത്തുമ്പോൾ അറിയണേ ഒരു ചെറിയ വീടിങ്ങനെ ഇടിഞ്ഞു കിടക്കുകയാ. ആ വീടിന്റെ സമീപത്തേക്ക് ഈ പട്ടാള സംഘം കടന്നു വരികയാ. സുബ്ഹാനല്ലാഹ്, നോക്കുമ്പോൾ അതാ കുറെ വേസ്റ്റിനടിയിൽ അതാ ഒരു സ്ത്രീ ഇങ്ങനെ കിടക്കുകയാ. സ്ത്രീ കിടക്കുന്ന രൂപം ഇങ്ങനെ സുജൂദിൽ കിടക്കുന്നത് പോലെ മുതു ഇങ്ങനെ വളച്ചുകൊണ്ടാ കിടക്കുന്നത്. കൈ ഇങ്ങനെ താഴെ കുത്തിയിട്ടുണ്ട്, മുതുകിങ്ങനെ പൊക്കി ഉയർത്തി വെച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ആ കണ്ടാൽ തന്നെ അറിയാം കിടക്കുന്നത് ശവവാ. കാരണം വലിയ വലിയ ഭീമുകളും വലിയ വലിയ കട്ടകളും വലിയ വലിയ ഭാരമുള്ള വസ്തുക്കളും മുതുകത്തേക്കും തലയിലേക്കും വീണുകൊണ്ട് പൊട്ടിച്ചതറിയിരിക്കുന്നു. ജീവനില്ല ജീവനില്ല എന്നുറപ്പാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിയണേ. പക്ഷേ അവർ തിരിഞ്ഞു നടക്കുമ്പോൾ അതിൽ ഒരാൾക്കൊരു സംശയം. എന്തോ കയ്യിൽ ഇങ്ങനെ ഒതുക്കി പിടിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു. അവൾ ഇങ്ങനെ ചരിഞ്ഞു കുത്തി നിൽക്കുമ്പോ എന്തോ കയ്യിൽ ഇങ്ങനെ ഒതുക്കി പിടിച്ചിരിക്കുന്നത് പോലെ തോന്നുകയാ. എല്ലാവരെയും വിളിക്കുന്നു ആ സഹോദരൻ, ആ പട്ടാളക്കാരൻ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പറയുന്നു, എന്തോ ഒരു ദുരൂഹതയുണ്ടല്ലോ ആ കിടക്കുന്നതില്. ഉടൻ തന്നെ ആ വേസ്റ്റുകളൊക്കെ മാറ്റിയിട്ട് സുജൂദിൽ കിടക്കുന്നത് പോലെ ആ സഹോദരി ഇങ്ങനെ നിവർത്തിയാക്കിയപ്പോൾ, മുന്നോട്ട് നിവർത്തിയപ്പോൾ അല്ലാ തന്റെ രണ്ട് കൈയിലും ഒതുക്കി പിടിച്ചിരിക്കുന്ന ഒരു നേരത്തെ കമ്പിളി വസ്ത്രം കാണുകയാ. കമ്പിളി വസ്ത്രം നോക്കുമ്പോ ഒരു പൊന്നോമന കുഞ്ഞിനെ കാണുകയാ. ഒരു പൊന്നോമന കുഞ്ഞിനെ കാണുകയാ. ഒരു പൊന്നോമന കുഞ്ഞിനെ കാണുകയാ. ഒന്നും അറിയാതെ ഉറങ്ങുന്ന പൊന്നുമോനെ കാണുകയാ. ഒന്നും അറിയുന്നില്ല. ഒരു ഭൂകമ്പവും ആ കുഞ്ഞ് അറിഞ്ഞിട്ടില്ല. സുന്ദരമായിട്ട് അമ്മയുടെ മടിത്തട്ടിൽ കിടക്കുന്നത് പോലെ അമ്മയുടെ ജീവൻ കൊടുത്തുകൊണ്ട് രക്ഷപ്പെടുത്തിയ ആ കുഞ്ഞിനെ കണ്ട് അത്ഭുതമായി പോയി. അതാ നോക്കുമ്പോൾ ആ കമ്പിളി വസ്ത്രം അടിച്ചു നോക്കുമ്പോൾ ആ കമ്പിളി വസ്ത്രത്തിനുള്ളിൽ ഒരു മൊബൈൽ ഫോൺ കാണുകയാ. ആ മൊബൈൽ ഫോൺ ഓണാക്കി നോക്കുമ്പോൾ അതിലൊരു ടെക്സ്റ്റ് മെസ്സേജ് കാണുകയാ. അതിൽ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട്, ഇഫ് യു ക്യാൻ സർവൈവ് യു മസ്റ്റ് റിമെമ്പർ ദാറ്റ് ഐ ലവ് യു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മാനെ കേൾക്കാമെന്ന് നിങ്ങളോട് ഇന്നിന്റെ ഈ ദിവസത്തിൽ നിങ്ങൾക്ക് നൽകാനുള്ളൊരു ഉപഹാരം ഈ വാക്കാണ് പ്രിയപ്പെട്ടവരെ. ഉമ്മാന്റെ മഹത്വം അറിയാൻ, അമ്മയുടെ മാതൃസ്നേഹത്തിന്റെ മഹത്വം അറിയാൻ തരാനുള്ളൊരു വാക്കിതാ. ആ ടെക്സ്റ്റ് മെസ്സേജിൽ ആ പ്രിയപ്പെട്ട അമ്മ കുറിച്ച് വെക്കുകയാ, ഇഫ് യു ക്യാൻ സർവൈവ്. ഓ പൊന്നുമോരെ, നീ രക്ഷപ്പെട്ടാൽ, നീ പ്രതിസന്ധിയെ അതിജീവിച്ചാൽ, എന്തായിരുന്നാലും ഉറപ്പാ ഞാൻ രക്ഷപ്പെടൂല മോനെ. എന്റെ ജീവൻ ഒരിക്കലും തിരിച്ചു കിട്ടൂല. പക്ഷേ നിന്നെ രക്ഷപ്പെടുത്താനുള്ള പരമാവധി ശ്രമത്തിലാണ് ഞാൻ. അതുകൊണ്ട് ആ മെസ്സേജ് പറയുകയാ, നീ എങ്ങാനും ഇതിനെ അതിജീവിച്ചാൽ, നീ രക്ഷപ്പെട്ടാൽ, യു മസ്റ്റ് റിമെമ്പർ, നീ നിർബന്ധമായിട്ടും നീ ഓർത്തുകൊള്ളണം കേട്ടോ. നീ നിർബന്ധമായിട്ടും ഓർക്കണം കേട്ടോ. ഓരോ മക്കളും ഓർത്തുകൊള്ളണം കേട്ടോ. എല്ലാ മാതാക്കളുടെയും മാതൃഹൃദയത്തിൽ വിറങ്ങലിക്കുന്ന വർത്തമാനമാണ് കേട്ടോ. ഒരമ്മയുടേതാണെങ്കിലും മുഴുവൻ അമ്മമാർക്കും ഉറച്ചു പറയാനുള്ളതാണ് കേട്ടോ. ആ അമ്മ പറയുകയാ, യു മസ്റ്റ് റിമെമ്പർ, എല്ലാ ഉറപ്പായിട്ടും നീ ഓർക്കണം മോനെ. എന്താണ് ദാറ്റ് ഐ ലവ് യു? എനിക്ക് നിന്നോട് സ്നേഹമുണ്ടായിരുന്നു മോനെ, എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടായിരുന്നു മോനെ. ഞാൻ ഒരുപാട് നിന്നെ
നഷ്ടപ്പെട്ടിരുന്നു പോലെ. അതുകൊണ്ട് എന്റെ ജീവൻ പോലും മാറ്റിവെച്ചുകൊണ്ട് നിന്റെ ജീവന്റെ തുടിപ്പിതാ ഞാൻ നിലനിർത്താൻ ശ്രമിക്കുകയാണെന്ന്. ആ ജപ്പാനിലെ ഭൂകമ്പത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു കുരുന്നിന്റെ ജീവൻ, ഒരമ്മ, വിലപ്പെട്ട ഒരമ്മയുടെ ആ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ പൊന്നുമോനെ ജീവൻ രക്ഷപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, പകരം വെക്കാൻ ദുനിയാവിൽ ഉമ്മാന്റെ, അമ്മയുടെ, മാതാവിന്റെ സ്നേഹത്തിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ സാന്ദർഭികമായിട്ടും ഞാൻ ഈ അവസരം ഓർമ്മപ്പെടുത്തുകയാ. അർഹമുറാഹിമായ തമ്പുരാൻ നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കുമാറാകട്ടെ. അർഹമുറാഹിമായ നാഥ, ഞങ്ങൾ പറഞ്ഞത് നീ കബൂലാക്കണയല്ല. ഉമ്മാന്റെ പൊരുത്തമുള്ളവരിൽ ഞങ്ങളെ പെടുത്തണയല്ല. പ്രിയപ്പെട്ട പിതാവിന്റെയും മാതാവിന്റെയും പൊരുത്തമുള്ളവരിൽ ഞങ്ങളെ ഓശാരമായി പെടുത്തണയല്ല. പൊരുത്തപ്പെടിപ്പിക്കാനോ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കപ്പെട്ടപ്പോൾ ചെറിയൊരു ആശ്വാസത്തിന് വേണ്ടിയാ, പൂർണ്ണമായിട്ട് എന്തായാലും പറ്റൂല. ആ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. 3 വിഷയങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. ഒന്ന്, അവ്വലുഹാ അയ്യകൂന സ്വാലിഹൻ. എല്ലാത്തിന്റെയും തുടക്കം അത് തന്നെ. നല്ല സ്വാലിഹാകാനൊരു ശ്രമം നടത്തുക. സച്ചിതരിലും സത്വൃദ്ധരിലും ആ സുന്ദരമായ രാജപാതയിലേക്ക് ആദ്യം കടക്കുക. ഒരു നല്ല ആത്മീയമായിട്ടുള്ള ഒരു പരിവേഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുക. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 2, വസാനിയ യസില ഖറാബത്തുഹുമാ വസ്ദിഖാഹുമാ. ഉമ്മയല്ലേ മരിച്ചിട്ടുള്ളൂ, വാപ്പയല്ലേ മരിച്ചിട്ടുള്ളൂ. ആ ഉമ്മയുടെയും ബാപ്പയുടെയും കുടുംബക്കാരില്ലേ ബാക്കി? അവർ ജീവിച്ചിരിക്കുന്നുണ്ട്, അവരെ കൂട്ടുകാരികളുണ്ട്, അവരുടെ കൂട്ടുകാരന്മാരുണ്ട്. അവരോട് നീ ബന്ധം പുതുക്കുകയും അവരോട് മാന്യമായി പെരുമാറുകയും ചെയ്യുക. 3-ാമത്തെ വിഷയം മരിച്ചാലും തീരാത്ത ഒരു കടമയുണ്ടെങ്കിൽ ഇതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മാതാപിതാക്കൾ ഖബറിലാണെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളുടെ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. ആ മക്കളിൽ നമ്മെ അള്ളാഹു പെടുത്തുമാറാകട്ടെ. ആ മാതാപിതാക്കളിൽ നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു ഉൾപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരനെ, ആ മാതാപിതാക്കൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക. അവർക്ക് വേണ്ടി ദുആരക്കുക. അവർക്ക് വേണ്ടിയിട്ട് സദഖ ചെയ്യുക. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ പറയപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും ദാനധർമ്മം നിങ്ങൾ ചെയ്യുമ്പോൾ അല്ലാഹു തആല പ്രത്യേകമായിട്ടുള്ള ഒരു അനുഗ്രഹം ആ മാതാപിതാക്കൾക്ക് ആ സമയം തന്നെ നൽകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ എങ്ങനെ ഉൾക്കൊണ്ടു എന്നുള്ളതോ എത്ര ഗൗരവത്തിൽ മനസ്സിലാക്കി എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും നമ്മുടെ സ്വർഗ കവാടങ്ങളാണ്, വിശിഷ്യ ഉമ്മ. അതുകൊണ്ട് ഉമ്മാനോട് എന്തെങ്കിലും പൊരുത്തക്കേടുകൾ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി അവരുടെ കൈ പിടിക്കുക, അവരോട് പൊരുത്തപ്പെടിക്കുക, അവരെ കൊണ്ട് ദ്വാരപ്പിക്കുക. നീ ഏത് പരീക്ഷയ്ക്ക് പോയാലും, നീ ഏതൊക്കെ വഞ്ചി പൈസ കിട്ടെന്ന് പറഞ്ഞാലും ആലിമ്യങ്ങളോട് ദ്വാരക്കം പറയേണ്ടെന്നല്ല, അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് നിന്റെ പ്രിയപ്പെട്ട ഉമ്മാനോട്, നിന്റെ പ്രിയപ്പെട്ട ഉപ്പാനോട് ദ്വാരക്കണേ. ഉമ്മ, ഞാൻ പോവാ, പരീക്ഷയ്ക്ക് പോവാൻ, ഞാൻ എക്സാമിന് പോവാൻ, ഞാൻ ജോലിക്ക് പോവാൻ, ഞാനൊരു കട ഉദ്ഘാടനം. ഏറ്റവും നല്ല, ഞാൻ പറയുന്നു, നിന്റെ കട ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ ഏറ്റവും പറ്റിയ ആള് നിന്റെ ഉമ്മ തന്നെ. ഉമ്മയുടെ സന്തോഷം എത്രയായിരിക്കും. എന്റെ പൊന്നുമോൻ ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉദ്ഘാടനം ചെയ്യാനേ ഏതെങ്കിലും സിനിമാ നടിയുടെ ദുബർ നോക്കി പോയില്ലല്ലോ. പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയ്ക്കൊരു സ്ഥാനം തന്നല്ലോ. ആ നിലക്ക് ആ ഉമ്മാന്റെ കൽബ് സന്തോഷിച്ചാൽ ആ കച്ചവടം അല്ലാഹു തആല ബർക്കത്ത് ചെയ്യും, ഒരു സംശയവുമില്ല. അലിമ്യങ്ങളെ കൊണ്ടുവരണം, സയ്യിദന്മാരെ കൊണ്ടുവരണം, ദ്വാരപ്പി എല്ലാം വേണം. പക്ഷെ ഞാൻ കൂട്ടത്തിൽ പറയുക, അവരെ എപ്പോഴും ഏത് വിഷയം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നാലും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ ബറക്കത്ത് ഉണ്ടാവൂല. അവരുടെ സാന്നിധ്യം ഉണ്ടാകണം. അവരില്ലാതെ നീ ഇല്ല. അറിയണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിനോട് അവിടുത്തെ ഉപ്പ പറഞ്ഞു കൊടുത്തൊരു സംഭവം. മുൻകാലത്ത് നടന്നൊരു പ്രവാചകൻ, ആ ഒരു പ്രവാചകന് തോന്നി, ശ്രദ്ധിക്കണേ, ആ ഒരു പ്രവാചകന് തോന്നി ഞാൻ തരക്കേടില്ലാത്ത ആളാണ്. ഏത് പ്രവാചകനാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ പ്രവാചകന് തോന്നി ഞാൻ തരക്കേടില്ലാത്ത ആളാണ്, തരക്കേടില്ലാത്ത ആളാണ്, കുഴപ്പമില്ലാത്ത ആളാണെന്ന് ആ പ്രവാചകന് തോന്നി. അല്ലാഹു തആല ആ ചിന്ത ഇഷ്ടപ്പെടാത്ത കൊണ്ട് ഒരു ചെറിയ പരീക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചു. ഒന്ന് ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കാരണം എന്താ, അതിനേക്കാളും പരിശുദ്ധമായിട്ടുള്ള കൽബുകളൊക്കെ വേറെ ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. നമ്മൾ ഖിദ്ർ നബിയുടെ സംഭവമൊക്കെ പറഞ്ഞ മാതിരി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ആ പ്രവാചകനോട് പറഞ്ഞു, നീ
വനാന്തരത്തിലൂടെ ഇന്ന വനത്തിലൂടെ സഞ്ചരിക്കുക. ഇന്ന വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇന്ന പ്രദേശത്തെത്തുമ്പോൾ പൊട്ടിക്കരയുന്ന ഒരാളെ നിനക്ക് കണ്ടുമുട്ടാം. അദ്ദേഹത്തിനോട് നീ പറയണം, നിന്റെ പാപം ഞാൻ അള്ളാഹു പുറത്തു തന്നിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷ വർത്തമാനം ആ വനത്തിലുള്ള ആളിനോട് പറയണം. കുഴപ്പമൊന്നുമില്ല, നീ പാപമൊന്നും ചെയ്തിട്ടില്ല, നിനക്ക് തോന്നിയതാണത്, അതുകൊണ്ട് ആ ഒരു വിഷയമൊന്നും പ്രശ്നമില്ല, എല്ലാം ഞാൻ പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷ വർത്തമാനം പറയണമെന്ന് ഈ പ്രവാചകനോട് അറിയിപ്പ് കൊടുത്തപ്പോൾ ഈ പ്രവാചകൻ വനാന്തരത്തിലൂടെ പ്രയാണം നടത്തി അവസാനം കരയുന്ന ഒരു മനുഷ്യനെ കണ്ടെത്തുകയാണ്. ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? പേടിക്കണ്ട, അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഞാൻ, അള്ളാന്റെ പ്രവാചകനാണ് ഞാൻ. അള്ളാഹു പറയുന്നു, നീ ഒന്നും തെറ്റു ചെയ്തിട്ടില്ല. പക്ഷെ ഈ പ്രവാചകൻ അറിയുന്നില്ല എന്താ വിഷയം. അദ്ദേഹത്തോട് ചോദിക്കുന്നു, പൊന്നുമോനെ എന്താണ് വിഷയമെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയുകയാണ്, എന്റെ വീട്ടിന്റെ മച്ചിന്റെ മുകളിലായിരിക്കുമ്പോൾ, തട്ടിന്റെ മുകളിൽ ഞാൻ നിൽക്കുമ്പോൾ അതിന്റെ താഴത്തെ റൂമിൽ എന്റെ ഉമ്മ നിന്ന് ആ ഉമ്മയുടെ മുകളിലൂടെ ഞാൻ നടന്നു പോയിട്ടുണ്ടോ? ആ ഉമ്മയുടെ മുകളിലൂടെ ഞാൻ നടന്നു പോയിട്ടുണ്ടോ? ആ ഉമ്മയുടെ മുകളിലൂടെ ഞാൻ നടന്നു പോയിട്ടുണ്ടോ എന്ന് ഞാൻ പേടിച്ച് കരയാൻ തുടങ്ങിയതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര വലിയ കടമയും കടപ്പാടുവാ, എത്ര വലിയ ബാധ്യതയാ, എത്ര വലിയ അദബാണ് റിആയത്ത് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഗൗരവത്തിൽ ചിന്തിച്ചോ. അള്ളാഹു അവരുടെ പൊരുത്തത്തിലായി ജീവിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ആ ഉപ്പയോടും ഉമ്മയോടും സ്വർഗത്തിൽ സമ്മേളിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.